ഗം ഗണപതയേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം സം സരസ്വത്യേ നമഃ. സ്വാമിയേ ശരണമയ്യപ്പ സ്വാമി. ഹരി ഓം. ഇന്ന് വളരെ വിശിഷ്ടമായിട്ടുള്ള ദിനമാണ്. മണ്ഡലകാലം ആരംഭിക്കുന്നു. വൃശ്ചിക മാസം 1-ാം തീയതി. ജീവിതത്തിലെ തപസ്സിനുള്ള സമയമാണ്. 41 ദിവസം വളരെ വ്രതങ്ങളോടെ നിഷ്ഠയോടുകൂടി ഒരു താൽക്കാലിക സന്യാസം അത് സ്വീകരിച്ചുകൊണ്ട് ശ്രീ ഭഗവാനെ തന്നെ മനസ്സിലുറപ്പിച്ച് ജീവിക്കുവാനുള്ള ഒരു കാലഘട്ടം ആരംഭിക്കുകയാണെന്ന്. അന്നത്തെ ദിവസം ഇവിടെ തന്നെ ആദിശങ്കര നിലയത്തിലെത്താൻ സാധിച്ചത് നമ്മുടെ എല്ലാവരുടെയും വിശേഷമായ ഭാഗ്യമാണ്. ഇവിടെ ഇന്നത്തെ ഈ 2 ദിവസത്തെ ഈ അന്തർയോഗത്തിൽ നിങ്ങൾ ചർച്ച ചെയ്യുന്ന പുസ്തകങ്ങൾ ഏറ്റവും പ്രസക്തങ്ങളായ 2 പുസ്തകങ്ങളാണ്. നമ്മുടെ അധ്യാത്മ ജീവിതത്തിന് വളരെ പ്രചോദനം നൽകുന്ന സഹായകരങ്ങളായ 2 ഗ്രന്ഥങ്ങൾ. ഏറ്റവും നമുക്കൊക്കെ സഹായകരമാക്കുന്ന, നമ്മളെല്ലാം ഈ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നതായ 2 ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ അത് 2ൻ്റെയും കർത്താവ് ഒരാൾ തന്നെയാണ്. ഭഗവാൻ ആദിശങ്കരാചാര്യസ്വാമികളുടെ ആണ് 2 ഗ്രന്ഥങ്ങൾ. ഇത് ആദിശങ്കരാചാര്യ സ്വാമികളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ സ്ഥലം, പിന്നെ താൽക്കാലിക സന്യാസത്തിൻ്റെ സമയം, ഒപ്പം ഈ വിശിഷ്ടങ്ങളായ 2 ഗ്രന്ഥങ്ങളുടെ പഠനം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ തീർച്ചയായിട്ടും ധ്യാനിക്കേണ്ട ഒരാളാണ് ആചാര്യസ്വാമികൾ. ആരായിരുന്നു ഭഗവാൻ ആചാര്യൻ, ആരായിരുന്നു ശ്രീ ശങ്കരാചാര്യസ്വാമികൾ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴേ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ധ്യാന ശ്ലോകമുണ്ട്, ഒരു മന്ത്രമുണ്ട്, ഒരു ശ്ലോകമുണ്ട്. അത് ആദിശങ്കരാചാര്യസ്വാമികളുടെ ജീവിതം സംസ്കൃതത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ശങ്കരദിഗ്വിജയം എന്ന പേരിൽ 2-3 ശങ്കരദിഗ്വിജയങ്ങളുണ്ട്. അതിലെ കഥകളൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വിദ്യാരണ്യസ്വാമികളാൽ വിരചിതമായിരിക്കുന്ന ഈ ശങ്കരദിഗ്വിജയം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ മനോഹരമായ ചിന്തോദ്ദീപകമായിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. ആചാര്യസ്വാമികളെ കുറിച്ചിട്ടുള്ള ശ്ലോകമാണ്. പലരും കേട്ടിട്ടുണ്ടാവുമായിരിക്കും. പറയാണ്, ആരാണ് ആചാര്യസ്വാമികൾ? ഇദ്ദേഹം ആരായിരുന്നു? പറയാണ്, അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈ ത്രാതും ലോകാൻ ഭവദവശിഖാതാപപാപച്യമാനാൻ മുക്ത്വാ മൗനം വിടപി വിനോ മൂലതോ നിഷ്പതന്തി ശംഭോ മൂർത്തി ചരതി ഭുവനേ ശങ്കരാചാര്യരൂപ. ആരാണ് ശങ്കരാചാര്യസ്വാമികൾ? ശങ്കരാചാര്യരൂപ. ശങ്കരാചാര്യന്റെ രൂപത്തിൽ മൂർത്തി ചരതി. ഒരു മൂർത്തി, ഒരു വിഗ്രഹം ഈ ഭൂമിയിൽ ചരിച്ചുകൊണ്ടേയിരിക്കണം. ചരതി എന്നാണ് പേര്. അതായത് ചരിച്ചുകൊണ്ടേയിരിക്കണു. ചരിച്ചു എന്ന് ഭൂതകാലത്തിലല്ല, പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, എപ്പോഴും ചരിച്ചുകൊണ്ടിരിക്കണമെന്നാണ്. ആചാര്യസ്വാമികൾ മരിച്ചിട്ടില്ല. നമ്മുടെ വിശ്വാസം അനുസരിച്ച് 32ാമത്തെ വയസ്സിൽ ആചാര്യസ്വാമികൾ അപ്രത്യക്ഷനായിട്ടേ ഉള്ളൂ. അവിടുന്ന് മരിച്ചിട്ടില്ല, അല്ലേ? ഇപ്പോഴും അദ്ദേഹം ചരിച്ചുകൊണ്ടേയിരിക്കണം. എങ്ങനെ? അവിടുത്തെ കൃതികളിലൂടെ, അവിടുന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചതായ വിശേഷങ്ങളായിരിക്കുന്ന ചിന്തകളിലൂടെ, അദ്ദേഹം നമുക്ക് സമ്മാനിച്ചതായ ഈ
മഹത്തായിരിക്കുന്ന ജീവിതചര്യയിലൂടെ എന്ത് ചെയ്യുന്നു? ആചാര്യസ്വാമികൾ ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ചരതി ഭുവനെ, ഈ ഭൂമിയിൽ ചരിച്ചുകൊണ്ടേയിരിക്കണു. ശങ്കരാചാര്യ രൂപ, ശങ്കരാചാര്യ രൂപത്തിലെ ഒരു മൂർത്തി ഈ ഭൂമിയിൽ ചരിച്ചുകൊണ്ടേയിരിക്കുന്നു, ഇപ്പോഴും എപ്പോഴും. അതാരാണ് ഈ ശങ്കരാചാര്യസ്വാമികളുടെ രൂപത്തിൽ ചരിച്ചുകൊണ്ടിരിക്കുന്നത്? പറയാണ് ശംഭോഹ മൂർത്തി. ആരാണ് ഈ ചരിക്കുന്നത്? അതൊരു മനുഷ്യനല്ല, പിന്നെയോ ശംഭോഹ മൂർത്തി, സാക്ഷാൽ ശ്രീ പരമേശ്വരന്റെ ചലദ്വിഗ്രഹമാണ് ഇവിടെ ചരിച്ചുകൊണ്ടേയിരിക്കുന്നതെന്നാണ്. ഇപ്പം നമ്മുടെ അമ്പലത്തിലൊക്കെ തിടമ്പുകളുണ്ട് ഇല്ലേ? ഭഗവാന് പുറത്തു വരേണ്ട സമയത്തൊക്കെ ഭഗവാൻ ആ തിടമ്പിലാണ് പുറത്തേക്ക് വരിക. അതാണ് ചരത്മൂർത്തി. ഉള്ളിലുള്ളത് സ്ഥിരമായ പ്രതിഷ്ഠയും ഈ പുറത്തേക്ക് വരുന്ന ചലന്മൂർത്തിയുമാണ്, ചലിച്ചുകൊണ്ടിരിക്കുന്ന മൂർത്തിയാണെന്നാണ്. അതുമാതിരി ശ്രീ പരമേശ്വരന്റെ ചലന്മൂർത്തിയാണ്, ചലിച്ചുകൊണ്ടേയിരിക്കുന്ന മൂർത്തിയാണ് ആര്? ആചാര്യശങ്കരൻ. ശംഭോമൂർത്തി ചരതി ഭുവനെ ശങ്കരാചാര്യ രൂപ. ഓഹോ, എങ്ങനെയുള്ള ശംഭുവിൻ്റെ മൂർത്തിയാണ്? ശംഭുവിന്, ശ്രീ പരമേശ്വരന് പല പല ഭാവങ്ങളുണ്ട്. അതിൽ ഏത് ഭാവമാണ്? രുദ്രനായിട്ട് ലോകത്തെ മുഴുവൻ പൊടിച്ചു തിന്നുന്ന ഭാവത്തിലാണോ, അതോ ആനന്ദ നർത്തനം ചെയ്യുന്ന നടരാജനായിട്ടാണോ? എന്ത് ഭാവത്തിലുള്ള ആളാണ് ഈ ശങ്കരാചാര്യനായിട്ട് ചരിച്ചുകൊണ്ടിരിക്കുന്നത്? അതൊന്നുമല്ല. പിന്നെയോ വടവിടപി സമീപേ ഭൂമിഭാഗേ നിഷണ്ണം. അല്ലേ, ആ വടവിടപിയുടെ താഴെ ഭൂമിയുമായിരുന്നിട്ട് തൻ്റെ മുമ്പിലിരിക്കുന്നതായ ശിഷ്യന്മാർക്ക് മൗനം കൊണ്ട്, അല്ലേ, മുദ്രയാ ഭദ്രയ, ഭദ്രമായിരിക്കുന്ന മുദ്ര കൊണ്ട് മാത്രം ആത്മജ്ഞാനത്തെ ഉപദേശിച്ച ആ ദക്ഷിണാമൂർത്തി എന്ന ഭാവം, ആ ദക്ഷിണാമൂർത്തിയായിരിക്കുന്ന ശംഭുവിൻ്റെ ചലന്മൂർത്തിയാണ് ആര്? ആചാര്യശങ്കരൻ. പറയാണ് മുക്ത്വാ മൗനം വടവിടപിനോ മൂലത്തോ നിഷ്പതന്തി. മൗനത്തെ ഉപേക്ഷിച്ചിട്ട്, അല്ലേ, ശ്രീ ദക്ഷിണാമൂർത്തി എങ്ങനെയാണ്? മൗനവ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം വർഷിഷ്ടാന്തേവ സത്ഋഷിഗണൈ. അല്ലേ, മൗനം കൊണ്ടാണ്. അതായത് അദ്ദേഹത്തിന് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഭഗവാൻ ശ്രീ ദക്ഷിണാമൂർത്തിയുടെ ആ രൂപത്തെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിലുള്ളതായ സകല സംശയങ്ങളും ഇല്ലാതാവുന്നതാണ്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി ഇരുട്ട് മാറ്റേണ്ടതുണ്ടോ? അല്ലേ, സൂര്യൻ ഉദിക്കുക എന്ന ക്രിയ കൊണ്ട് തന്നെ ഇരുട്ട് മാറുക എന്നുള്ളത് സ്വാഭാവികമായി സംഭവിക്കുന്നത് മാതിരി ശ്രീ ദക്ഷിണാമൂർത്തിയുടെ ദർശനം കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിലെ സകല തമസ്സുകളും ഇല്ലാണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് മൗനമാണ്. പക്ഷെ ഈ അവതാരം കുറച്ച് വിശിഷ്ടമായിട്ടുള്ളതാണ്. മുക്ത്വാ മൗനം. ആ ദക്ഷിണാമൂർത്തി തൻ്റെ മൗനത്തെ ഉപേക്ഷിച്ചുകൊണ്ട് വടവിടപിനോ മൂലത്തോ നിഷ്പതന്തി. ആ വടവിടപിയുടെ, അല്ലെ, ആ വടവൃക്ഷത്തിൻ്റെ ആ തറയിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ട് താഴേക്ക് വന്ന് നമ്മുടെ ഇടയിലെല്ലാം ഭഗവാൻ ചരിച്ചുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും. ഓഹോ, എന്തിനാണ് ഈ ദക്ഷിണാമൂർത്തിയായിരിക്കുന്ന ശ്രീ പരമേശ്വരൻ മാനവരൂപം എടുത്തുകൊണ്ട് ശ്രീ ശങ്കരാചാര്യസ്വാമികളായി നമ്മുടെ നടുക്കൊക്കെ ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താ? എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? അതോ വെറുതെ ഇങ്ങനെ നടക്കുകയാണോ? അല്ല, ലക്ഷ്യമുണ്ട്. എന്താണ്? അജ്ഞാനാന്ത ഗഹനപതിതാൻ ത്രാതും. രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് അവതരിച്ചിരിക്കുന്നത്. ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? അജ്ഞാന അന്തർഗഹനപതിതാൻ. അജ്ഞാനത്തിൻ്റെ ആ വലിയതായിരിക്കുന്ന ആ അജ്ഞാനത്തിൻ്റെ കുഴിയിൽ വീണ്, ഗുഹയിൽ വീണ് തങ്ങൾ അജ്ഞരാണെന്ന് പോലും അറിയാത്ത,
നമുക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മൾ അജ്ഞരാണെന്ന്? ഹേയ്, എന്താ എന്നോട് പറഞ്ഞു, ഞാൻ BA ഇംഗ്ലീഷാണ്, MA എക്കണോമിക്സ് ആണെന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് ഈ ലോകത്തെക്കുറിച്ചിട്ടൊക്കെ നല്ല വിവരം, പക്ഷെ നമ്മളെക്കുറിച്ചിട്ട് അവനവനെ കുറിച്ചിട്ടുള്ള വിവരം കുറച്ച് കഷ്ടിയാണ്. അപ്പോൾ ഈ ലോകത്തെക്കുറിച്ച് എത്ര വിവരം ഉണ്ടായാലും നല്ലത് തന്നെ, പക്ഷെ അതുകൊണ്ട് ഒരു രോഗം മാറില്ല. ഏത് രോഗമാണത്? ഭവരോഗം. പുനരപി ജനനം, പുനരപി മരണം, പുനരപി ജനനീ ജഠരേ ശയനം. അല്ലേ? ജനിച്ചും മരിച്ചും മരിച്ചും ജനിച്ചും നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണു. എന്തുകൊണ്ടാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? എന്താണോ സത്യം, ആ സത്യത്തെ അറിയാത്തത് കൊണ്ട്. അജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അജ്ഞരാണോ? എന്തൊക്കെ അറിവുണ്ട് നമുക്ക്, പലതരത്തിലുള്ള അറിവുണ്ട്. പക്ഷെ ഈ അറിവ് മുഴുവൻ നമുക്ക് പുറമേയുള്ള വസ്തുക്കളെ കുറിച്ചിട്ടാണ്. നമുക്ക് നമ്മെ കുറിച്ചിട്ടുള്ള അറിവില്ല. നമുക്ക് നമ്മെ കുറിച്ചിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ സംസാരത്തിൽ പതിച്ചുകൊണ്ടിരിക്കുന്നത്. ആണ് പറഞ്ഞത്, അജ്ഞാനാന്തർഗഹന പതിതാൻ ത്രാതും. അജ്ഞാനത്തിൻ്റെ ഈ മഹാഗുഹയിൽ പതിച്ചു. എന്താ കാര്യം? ഒരു കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചാൽ അല്ല, കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? ഭവദവശിഖാ താപപാപച്യമാനാൻ. പൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും ഒരു ദുഃഖം കഴിയുമ്പോൾ അടുത്ത ദുഃഖം, അടുത്ത ദുഃഖം കഴിയുമ്പോഴേക്കും വേറൊരു ദുഃഖം, വേറെ ദുഃഖം കഴിയുമ്പോഴേക്കും അടുത്ത ദുഃഖം. അല്ലേ? ഇങ്ങനെ ജനനമരണരൂപിയായിരിക്കുന്ന അനേകം ദുഃഖങ്ങളെ കൊണ്ട് ശാരീരികവും വാചികവും മാനസികവും ആധ്യാത്മികവും അതിഭൗതികവും അതിദൈവികവുമായിരിക്കുന്ന പലവിധ കഷ്ടങ്ങളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണു? പാപച്യമാനാൻ, നമ്മളെ പചിച്ചുകൊണ്ടിരിക്കുകയാണ്, ജീവനോടെ വേവിച്ചുകൊണ്ടിരിക്കുക. ആരാണ് ഈ വേവിക്കുന്നത്? ഭവദവശിഖ. ഭവമാകുന്ന സംസാരമാകുന്ന ഈ കാട്ടുതീയിൽ ജീവനോടെ വെന്തുകൊണ്ടിരിക്കുക നമ്മള്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? നമുക്കത് തോന്നണില്ല എന്ന് മാത്രം. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു എന്നാണ്. അല്ലേ? വളരെ മനോഹരമായിട്ടുള്ളൊരു രൂപകാണ്. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം. ഒരു പാമ്പ് ഒരു തവളയെ പിടിച്ചു, മുക്കാലും വിഴുങ്ങിക്കഴിഞ്ഞു, ഇനി തല മാത്രമേ ഉള്ളൂ പുറത്ത് തവളയുടെ. ആ സമയത്താണ് അതിൽ കൂടെ ഒരു പാറ്റ, ഒരു പാറ്റ് പറന്നു പോകുമ്പോൾ ഈ തവള എന്താ ചെയ്യണത്? തൻ്റെ നാക്ക് നീട്ടിയിട്ട് ആ പാറ്റയെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. ഇതുമാതിരിയാണത്ര നമ്മുടെ അവസ്ഥ. ചക്ഷുശ്രവണകളസ്തനെ പോലെ കാലാഹിന പരിഗ്രസ്തം. ഓരോ പിറന്നാളിലും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണത് അല്ലേ? കഴിഞ്ഞ പിറന്നാളിന് 4 പായസമാണെങ്കിൽ ഇപ്രാവശ്യത്തെ പിറന്നാളിന് 5 പായസം വേണമെന്നാണ്. സത്യത്തിൽ ഓരോ പിറന്നാളിനും കറിയാ വേണ്ടത്. എന്തേ കഴിഞ്ഞുല്ലോ എൻ്റെ കാലം അല്ലേ? പക്ഷെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അങ്ങനെ? ഒരു ദിവസം കഴിയുമ്പോഴും നമുക്ക് സന്തോഷമാണ്, നല്ലത്, അങ്ങനെ തന്നെ ജീവിക്കണം. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നണം? കാരണം അജ്ഞാനം കൊണ്ടാണ്. നമ്മുടെ ജീവിതം അല്ലേ ഇങ്ങനെ പലവിധ താപങ്ങളെ കൊണ്ട് ഇങ്ങനെ ചട്ടിക്കളിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് ഈ താപങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന് കരകയറാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അല്ലേ? സർവം ദുഃഖം, എല്ലാം ദുഃഖമയമാണെങ്കിൽ ഈ ദുഃഖത്തിൽ നിന്ന് കരകയറാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നമുക്ക് സാധിക്കുമോ? നമുക്ക് സാധിക്കും. ഈ സകലവിധ ദുഃഖങ്ങളും ഇല്ലാതാക്കി ആനന്ദത്തോടെ ഇരിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കും. ഇത് പഠിപ്പിക്കാനാണ് ആചാര്യസ്വാമികൾ തൻ്റെ മൗനത്തെ വിടിഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിൽ വന്നത് എന്നാണ്. അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈത്രാതും. എങ്ങനെയാണ് നമ്മളെ രക്ഷിക്കാൻ പറ്റുക? പറയാണ്, ആത്മവിദ്യോപദേശൈഹി. ആത്മവിദ്യയുടെ ഉപദേശം ഹേതുവായിട്ട്, ആത്മവിദ്യോപദേശം കൊണ്ട് അല്ലേ? നമ്മൾ ജനിച്ചു മരിക്കുന്നതായ ഈ ജീവനല്ല, ഉണ്ടായി നശിക്കുന്നതായ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല. അതാണ് മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം നച ശ്രോത്രജിഹ്വേ നച ഘ്രാണനേത്രേ നച വ്യോമ ഭൂമിർ ന തേജോ ന വായു
ഇതൊന്നുമല്ല ഞാൻ. പിന്നെയോ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം, ഞാൻ ചിത്താണ്, അനന്തമാണ്. ഞാൻ മംഗളരൂപിയായ ജനനമരണങ്ങൾക്ക് അതീതനായിരിക്കുന്ന ബോധരൂപനാണെന്ന് അറിവുകൊണ്ടു മാത്രമേ, ആ അനുഭൂതി കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ ദുഃഖങ്ങളിൽ നിന്ന് കരകയറാൻ സാധ്യമാവുകയുള്ളൂ. ബാക്കി എന്തെല്ലാം ആയിക്കോട്ടെ, അല്ലേ? കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രനു സമമായി വാണിയിടുകിലും ഒന്നുരിയാടുവതിന്നിടകിട്ടാവന്നാൽ യമഭട നാരായണത്, അല്ലേ? എത്ര വലിയ ആളായിക്കോട്ടെ, എത്ര പൈസ ഉണ്ടായിക്കോട്ടെ, എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടായിക്കോട്ടെ, പക്ഷേ ജനനമരണ രൂപമായിരിക്കുന്ന ഈ ചക്രത്തിൽ നിന്ന്, കാലചക്രത്തിൽ നിന്ന്, ജനനചക്രത്തിൽ നിന്ന്, സംസാരചക്രത്തിൽ നിന്ന് മുക്തനാവാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതെന്താ? ചക്രത്തിൽ നിന്ന് അതിൻ്റെ ആരത്തിലെത്തുക, അതിൻ്റെ മധ്യസ്ഥലത്ത് എത്തുക, അല്ലേ? ഒരു ചക്രം കറങ്ങിക്കൊണ്ടിരിക്കണമെങ്കിൽ അതിനൊരു ആക്സിൽ വേണം, അല്ലേ? ചക്രത്തിലിരിക്കുന്നിടത്തോളം നമ്മൾ കറങ്ങും. ആക്സിലിൽ വന്നു കഴിഞ്ഞാലോ പിന്നെ കറങ്ങേണ്ടി വരില്ല. ആ ആക്സിലിൽ എത്താനുള്ള വഴി എന്താ? എന്നിലാണ് ഈ ചക്രം ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭ്രമിച്ചുകൊണ്ട്, കറങ്ങിക്കൊണ്ട്, ജനിച്ചു മരിച്ചുകൊണ്ടിരിക്കുന്നതല്ല ഞാൻ. പിന്നെയോ ചിദാനന്ദരൂപനായ ശിവനാണ് എന്ന് കേട്ടാൽ മാത്രം പോരാ, അത് അനുഭവിക്കാൻ സാധിക്കണം. ഇങ്ങനെ നമുക്കെല്ലാവർക്കും ആത്മാനുഭവത്തെ നൽകി നമ്മളെ ഈ ജനനമരണ രൂപമായിരിക്കുന്ന ഈ സംസാരത്തിൽ നിന്ന് ഉദ്ധരിച്ച് നമുക്ക് ആത്മസാമ്രാജ്യം നൽകി അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ദക്ഷിണാമൂർത്തി തൻ്റെ വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലുള്ള മൗനമായ ഇരുപ്പ് വെടിഞ്ഞ് ശങ്കരാചാര്യസ്വാമികളുടെ രൂപത്തിൽ നമ്മുടെ ഇടയിൽ ഇപ്പോഴും ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്താണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം? അപ്പോൾ ആരാണ് ശങ്കരൻ? നമുക്കറിയാം, നമ്മുടെ കേരളം വളരെ പ്രത്യേകതകളുള്ള ഒരു രാജ്യമാണ്. മറ്റേ നാടുകളെ ഇട്ട് നോക്കുമ്പോൾ കേരളത്തിന് വളരെ പ്രത്യേകതകളുണ്ട്. എന്താണ്? ഇത് വെറുമൊരു നാടല്ല, അല്ലേ? കന്യാകുമാരി ക്ഷിതിയാദിയായി ഗോകർണാന്തമായി തെക്കു വടക്കു നീളെ അന്യോന്യം അംബാശിവർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം. സാക്ഷാൽ ശ്രീ പരമേശ്വരൻ്റെയും ജഗദംബികയുടെയും വീക്ഷണങ്ങൾക്കിടയ്ക്കുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങളുള്ള ഇതുപോലൊരു രാജ്യം ലോകത്ത് വേറെ എവിടെയില്ല. അത്രയും ദിവ്യമായ രാജ്യമാണ്. അനേകരായിരിക്കുന്ന മഹാത്മാക്കളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായിരിക്കുന്ന ഭൂമിയാണ്. കുറേയൊക്കെ നമുക്കറിയാം, കുറേയൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, അല്ലേ? ഇപ്പോൾ തമിഴ് സാഹിത്യത്തിലെ ഏറ്റവും വലിയ മഹാസാഹിത്യം, തമിഴ് സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അതെന്താ? ചിലപ്പതികാരമാണ്. ആ ചിലപ്പതികാരത്തിൻ്റെ കർത്താവ് മലയാളിയാണെന്ന് വെച്ചാൽ കേരളീയനാണ്, അല്ലേ? അപ്പോൾ അത്രയും അന്നു മുതൽക്കേ എന്നും നമ്മുടെ കേരളത്തിലെ എപ്പോഴും വിശേഷമായിരിക്കുന്ന ഒരു എന്താ പറയുക, പ്രജ്ഞ, വിശേഷമായിരിക്കുന്ന ഒരു ശക്തി എന്തെല്ലാം വിധത്തിൽ തല്ലിക്കെടുത്താൻ നോക്കിയിട്ടും എന്നാലും അത് എപ്പോഴും ഉണ്ടാവും കേരളത്തിൽ നിന്ന്. ഭഗവാന്റെ ഒരു വിശേഷമായിരിക്കുന്ന ഒരു വീക്ഷണം അല്ലേ ഈ പരശുരാമ ക്ഷേത്രത്തിൽ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും മഹാത്മാക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന രാജ്യമാണ്, നാടാണ് നമ്മുടെ കേരളം. അങ്ങനെ കേരളത്തിൽ അനേക മഹാത്മാക്കൾ അറിയുന്നവരായിട്ടും അറിയാത്തവരായിട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ അതിൽ ഏറ്റവും അഗ്രഗണ്യനായിട്ടുള്ളത് ഭഗവാനാണ്, ആദിശങ്കരാചാര്യസ്വാമികളാണ്. നമ്മൾ കേരളത്തിൽ നമുക്ക് മലയാളികൾക്ക് അദ്ദേഹത്തോട് വലിയ താല്പര്യമോ വലിയ ആദരവോ ഒന്നും ഇല്ലെങ്കിലും കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും നമ്മൾ പോയിട്ട് നമ്മൾ കേരളത്തിൽ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അവർ ചോദിക്കുക, ഓ ശങ്കരാചാര്യസ്വാമികളുടെ ഭൂമിയിൽ നിന്നാണല്ലേ എന്നാണ്, അല്ലേ? അവർക്ക് വേറെ ശങ്കരന്മാരെയൊന്നും അറിയില്ലെങ്കിലും അഭിനവ ശങ്കരന്മാരെയൊന്നും അറിയില്ലെങ്കിലും സാക്ഷാൽ ശങ്കരാചാര്യസ്വാമികളെ നല്ല മതിപ്പാണ്. എന്തുകൊണ്ട്? അദ്ദേഹം നമുക്ക് പറഞ്ഞു, അദ്ദേഹം സാക്ഷാൽ ശ്രീ ദക്ഷിണാമൂർത്തിയുടെ പ്രതിബിംബസ്വരൂപനായിരുന്നു എന്നാണ്. ശ്രീ പരമേശ്വരന് 5 മുഖങ്ങളുണ്ട് എന്നാണ്.
അല്ലേ? ഓരോരോ ദേവതകൾക്ക് ബ്രഹ്മാവിന് 4 മുഖമുണ്ട്, സുബ്രഹ്മണ്യസ്വാമിക്ക് 6 മുഖമുണ്ട്. അതുമാതിരി ശ്രീ പരമേശ്വരൻ പഞ്ചാസ്യനാണ്, 5 മുഖങ്ങളുണ്ട് എന്നാണ്. പക്ഷേ ഈ 5 മുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന 5 മുഖങ്ങളായിട്ടല്ല, 5 കൃത്യങ്ങളായിട്ട്, 5 രൂപങ്ങളായിട്ട്, 5 ഭാവങ്ങളായിട്ട് ശ്രീ പരമേശ്വരൻ 5 തരത്തിലുള്ളതായ ഭാവങ്ങൾ, രൂപങ്ങൾ, തലങ്ങൾ ഉണ്ട് എന്നാണ്. അതിൽ ഒന്നാമത്തെ ഭാവം സദ്യോജാതൻ എന്നാണ്. സദ്യോജാതൻ, വാമദേവൻ, തത്പുരുഷൻ, അഘോരൻ, ഈശാനൻ, ഇങ്ങനെ 5 ഭാവങ്ങളോട് കൂടിയവനാണ് പരമേശ്വരൻ. സൃഷ്ടി, സ്ഥിതി, ലയം, തിരോഭാവം, അനുഗ്രഹം, ഇങ്ങനെയുള്ള പഞ്ചകൃത്യങ്ങളെ സൂചിപ്പിക്കുന്നതായ 5 ഭാവങ്ങളോട് കൂടിയവനാണ് ശ്രീ പരമേശ്വരൻ. അതുപോലെ തന്നെയാണ് ഭഗവാൻ ആദിശങ്കരാചാര്യസ്വാമികൾ. പലപ്പോഴും നമ്മൾ ആചാര്യസ്വാമികൾ ആരാണ് ആചാര്യസ്വാമികൾ എന്ന് ചോദിച്ചാൽ നമ്മളോട് ചോദിക്കുകയാണ്, ആരാണ് ആചാര്യസ്വാമികൾ? ഒറ്റ വാക്കിൽ ഉത്തരം പറയുക. ആരാണ് ആചാര്യസ്വാമികൾ? നമ്മളെന്താ പറയുക? എ ഫിലോസഫർ, അല്ലേ? സാധാരണ നമ്മൾ ആചാര്യസ്വാമികൾ ആരാണെന്ന് ചോദിച്ചാൽ ഉടനെ നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യ കാര്യം എന്താ? അദ്ദേഹം വലിയൊരു തത്വചിന്തകനായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം വലിയൊരു തത്വചിന്തകനായിരുന്നു, അല്ലേ? ഇത്രയും വലിയൊരു മനീഷ, ഇത്രയും വലിയൊരു ബുദ്ധിശക്തിയുള്ളതായ ഒരാൾ നമ്മുടെ ഭൂമിയിൽ അധികം ഒന്നും ജനിച്ചിട്ടില്ല. അഷ്ടമേ ചതുരോ വേദാൻ, വെറും 8 വയസ്സുള്ളപ്പോഴേക്കും 3 വയസ്സിൽ ഉപനയനം കഴിഞ്ഞു എന്നാണ്. ഇവിടെ വെച്ചിട്ടാണ് ഉപനയനം എന്നൊക്കെയാണ് വിശ്വാസം. ഇവിടുന്ന് ജനിച്ചതും ഇവിടെ വെച്ചിട്ടാണ്. 8 വയസ്സിൽ ഉപനയിച്ചു എന്നാണ്, അല്ല 3 വയസ്സിലെ. അപ്പോൾ അതുകൊണ്ടാണത്ര ഈ നാടിന് പിറവം എന്ന് പേര് വരാനൊക്കെ കാര്യം. പിറന്നതുകൊണ്ട് പിറവവും, കാലടി വെച്ചതുകൊണ്ട് കാലടിയും. അദ്ദേഹത്തിൻ്റെ ശരിക്കും നമ്പൂരിമാർക്ക് അവരുടെ അച്ഛൻ്റെ ഇല്ലമാണ് അവരുടെ ഇല്ലം. അതുകൊണ്ട് തീർച്ചയായിട്ടും ശങ്കരാചാര്യസ്വാമികൾ കാലടിക്കാരൻ തന്നെയാണ്. കൈപ്പള്ളി എന്ന് പറയുന്നൊരു ഇല്ലത്താണ് ശിവഗുരു എന്ന് പറയുന്ന ആയുള്ള അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഇല്ലം. അതുകൊണ്ട് അദ്ദേഹം കാലടിക്കാരൻ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ അമ്മാത്താണ് അദ്ദേഹം ജനിച്ചത് എന്ന് വിശ്വസിക്കണം. അതുകൊണ്ടാണ് ഈ നാടിന് പിറവം എന്ന് പേര്. പിറന്നതുകൊണ്ട് പിറവം. ഈ ഗ്രാമത്തിൻ്റെ പേരെന്താ? വെളിയനാട് എന്നാണ്. വെളിയം എന്ന് പറഞ്ഞാൽ തമിഴിലെ വെളിച്ചം എന്നാണ് അർത്ഥം. അപ്പോൾ വെളിച്ചം പിറന്ന നാട്ടിലാണ് ഇപ്പം ഇരിക്കുന്നത് നമ്മളെല്ലാവരും, അല്ലേ? വെറും 3 വയസ്സായപ്പോഴേക്കും അത്രയും മനീഷിയായിരുന്നു. 3 വയസ്സിൽ ഉപനയിച്ചു. വെറും 8 വയസ്സായപ്പോഴേക്കും നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ 8 വയസ്സിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. അഷ്ടമേ ചതുരോ വേദാൻ, 4 വേദങ്ങളും കണ്ഠസ്ഥമാക്കിയതാണ്. ശരിക്കും ശങ്കരാചാര്യസ്വാമികൾ അദ്ദേഹത്തിൻ്റെ ജന്മം കൊണ്ട് അവിടുന്ന് യജുർവേദിയായിരുന്നു എന്ന് പറയണം. ഇവർ ഋഗ്വേദികളായിരുന്നു. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? 4 വേദങ്ങളും പഠിച്ചിട്ടുണ്ട് എന്ന് പറയണം. അഷ്ടമേ ചതുരോ വേദാൻ. എന്നിട്ട് എന്ത് പറ്റി? 8 വയസ്സായപ്പോഴേക്കും അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ വന്നത് വെറുതെ ഈ പശുക്കളെ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് ജീവിതത്തിൽ വലിയൊരു കാര്യം നേടാനുണ്ട്. ആ കാര്യം നേടാൻ എന്ത് ചെയ്യണം? സന്യസിച്ചേ പറ്റൂ. എല്ലാ ബന്ധങ്ങളിൽ നിന്നും മുക്തനായിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ മറ്റുള്ളവരെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് വെറും 8 വയസ്സുള്ളപ്പോൾ അമ്മയുടെ അടുത്ത് നിന്ന് പിരിഞ്ഞു പോയി. ഇവിടെ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ അല്ലേ? ചിത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കാണണം. കണ്ടിരുന്നോ? ടൂറൊക്കെ നടത്തിയല്ലോ. അപ്പോൾ 8 വയസ്സിൽ അമ്മയെ വിട്ട് കേരളത്തിൽ നിന്ന് ഒന്ന് ആലോചിച്ചു. അന്നത്തെ കാലം 8-ാം നൂറ്റാണ്ടിലെ 7-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഇവിടെ നടക്കുക എന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് തന്നെ ഇവിടെ നിന്ന് നമുക്ക് ഓംകാരേശ്വരൊക്കെ പോവാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. അപ്പം അന്ന് കൊടുങ്കാടുകളുള്ള സമയം, അല്ലേ? എങ്ങനെയാ എന്തോ ഈശ്വരൻ്റെ ഇച്ഛ കൊണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് നടന്ന് അദ്ദേഹം 8 വയസ്സിൽ ഇവിടെ നിന്ന് നടന്ന് ഓംകാരേശ്വരത്ത് നർമ്മദാ നദിയുടെ നടുക്കുള്ളതായ ഒരു ജ്യോതിർലിംഗമാണ് ഓംകാരേശ്വരം. അതിന് നടിയിലായിട്ട് ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിലാണ് അദ്ദേഹത്തിൻ്റെ ഗുരു സാക്ഷാൽ ഗോവിന്ദ ഭഗവത് പാദസ്വാമികൾ ജീവിച്ചെന്ന് അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് 4 വർഷം കൊണ്ട് അതുവരേക്കുണ്ടായിരുന്ന സകല ശാസ്ത്രങ്ങളും അഭ്യസിച്ചു. 12 സർവശാസ്ത്രവിത്. 12 വയസ്സായപ്പോഴേക്കും എല്ലാ ശാസ്ത്രങ്ങളും അഭ്യസിച്ചു.
അപ്പോൾ 12 വയസ്സായപ്പോഴേക്കും മനസ്സിലായി ഗുരുവിന് എല്ലാം പഠിച്ചു. എന്നിട്ട് ഗുരു അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു പുസ്തകം എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഇതിൻ്റെ ഭാഷ എഴുതൂ പറഞ്ഞു. അത് വിഷ്ണു സഹസ്രനാമമായിരുന്നു എന്നാണ്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം കൊടുത്തിട്ട് ഇതിന് ഭാഷ്യം എഴുതാൻ പറഞ്ഞു. ആചാര്യസ്വാമികൾ ആദ്യമായിട്ട് ഭാഷ്യം എഴുതുന്നത് ഈ വിഷ്ണു സഹസ്രനാമത്തിനാണത്രേ. അങ്ങനെ വിഷ്ണു സഹസ്രനാമ ഭാഷ്യം കണ്ടിട്ട് ഗുരു പറഞ്ഞു, ഇനി നിനക്ക് എന്ത് ചെയ്യാം, നിന്റെ ജീവിതകൃത്യം ആരംഭിക്കാം. എന്താ ജീവിതകൃത്യം? ജീവിതകൃത്യം ഈ പ്രസ്ഥാനത്രയിക്ക് ഭാഷ്യമാണ്. നോക്കൂ, പലരും പറയും ശങ്കരാചാര്യസ്വാമികളാണ് അദ്വൈത വേദാന്തത്തെ സ്ഥാപിച്ചതെന്ന്. അതൊരു ശരിയായ സ്റ്റേറ്റ്മെൻ്റ് അല്ല. ശങ്കരാചാര്യസ്വാമികൾ ഒരിക്കലും ഞാനാണ് അദ്വൈത വേദാന്തത്തെ സ്ഥാപിച്ചതെന്ന് പറയുന്നില്ല. അവിടുന്ന് എപ്പോഴും പറയുന്നത് ഇമേ ഗുരുഭിപൂർവം പദവാക്യപ്രമാണത വ്യാഖ്യാത സർവവേദാന്താഹ തേഭ്യോ നിത്യം നമോ നമഃ. ഞാൻ എന്നും നമസ്കരിക്കുന്നു. ആരെ? ആ ഗുരുക്കന്മാരെ മുഴുവൻ. ഏത് ഗുരുക്കന്മാരെ? എത്രയോ പേര് എനിക്ക് മുമ്പായിട്ട് പദവാക്യ പ്രമാണങ്ങളെ കൊണ്ട് വേദാന്തശാസ്ത്രം മുഴുവൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഞാനല്ല വേദാന്തശാസ്ത്രത്തിൻ്റെ വ്യാഖ്യാതാവ്. ഇതൊക്കെ എത്രയോ പ്രാവശ്യം വ്യാഖ്യാനിച്ചു. പക്ഷേ ഒരു കാലഘട്ടത്തിൽ ബൗദ്ധമതത്തിൻ്റെ അതിപ്രസാരം മൂലവും മറ്റു മതങ്ങളുടെ തള്ളിക്കയറ്റം മൂലമൊക്കെ എന്ത് പറ്റി, ആൾക്കാർ ഈ വേദാന്ത മതത്തെ മറന്നു. നൂറ്റാണ്ടുകളോളം സാമാന്യ ജനങ്ങൾക്ക് എന്താണ് ഉപനിഷത്ത്, എന്താണ് ഭഗവത്ഗീത, അല്ലേ, എന്നൊന്നും അറിയാണ്ടേ. അപ്പോൾ മറന്നുപോയ ഒരു വിഷയത്തെ വീണ്ടും ജനമധ്യത്തിലേക്ക് കൊണ്ടുവരികയാണ് ആചാര്യസ്വാമികൾ ചെയ്തത്. അല്ലാതെ അവിടുന്ന് സ്വയം ഒരിക്കലും ഒരിടത്തും ഞാനാണ് അദ്വൈതത്തെ സ്ഥാപിച്ചതെന്നും പറയുന്നില്ല. അല്ലേ, അദ്വൈതമത പുനഃസ്ഥാപകായ നമഃ എന്നാണ്. ഉണ്ടായിരുന്നതിനെ വീണ്ടും ജനമധ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം. 12 വയസ്സായപ്പോഴേക്കും പഠിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഗുരു ആജ്ഞാപിച്ചു, ഈ പ്രസ്ഥാനത്രയിക്ക് 3 പ്രസ്ഥാനങ്ങളാണ് നമുക്ക്. പ്രകർഷേണ സ്ഥായത്തെ, നമുക്ക് ആത്മാവിനെ കണ്ടുപിടിക്കുവാനുള്ള യാത്ര, അതാണ് പ്രസ്ഥാനം. പ്രസ്ഥാനമായോ എന്ന് ചോദിച്ചാൽ യാത്രയായോ എന്നാണ് അർത്ഥം. അപ്പോൾ പ്രസ്ഥാനം 3 പ്രസ്ഥാനങ്ങളാണ് നമുക്കുള്ളത്. എന്തൊക്കെയാ പ്രസ്ഥാനങ്ങൾ? 3 വഴികളാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ശ്രുതിയുടെ വഴി, വേറൊന്ന് സ്മൃതിയുടെ വഴി, വേറൊന്ന് ന്യായത്തിൻ്റെ വഴി. അല്ലേ, ഈ 3 വഴികളെയാണ് എന്ത് പറയുന്നത്? പ്രസ്ഥാനത്രയീ. ത്രയീ 3 ഒന്ന് ശ്രുതിയുടെ വഴി, സ്മൃതിയുടെ വഴി, ന്യായത്തിൻ്റെ വഴി. ഈ ശ്രുതി സ്മൃതി ന്യായങ്ങളാണ് എന്ത് നമുക്ക് സത്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതായ 3 വഴികൾ. അപ്പോൾ എന്ത് ചെയ്യണം? ആളുകൾ ഇതൊക്കെ മറന്നു തുടങ്ങി. അല്ലേ, എത്രയോ കാലങ്ങളായിട്ട് ബൗദ്ധമതം മുതലായിട്ടുള്ള മതങ്ങൾ ഭാരതത്തിൽ വളരെ ശക്തി ആർജിച്ചു. അതിനുശേഷം അത് ക്ഷയിച്ചതിന് ശേഷവും എന്ത് സംഭവിച്ചു? മറ്റ് പലവിധങ്ങളായിരിക്കുന്ന ചിന്തകളുടെ ആകെ ഭഗവാൻ ഈ ഭൂമിയിൽ നമ്മുടെ ഭാരതത്തിൽ ജീവിച്ചിരുന്നതായ സമയത്ത്, അവിടുന്ന് തൻ്റെ ദിഗ്വിജയം ചെയ്യുന്ന സമയത്ത് 62 മതങ്ങൾ നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം തൻ്റെ ദിഗ്വിജയ യാത്ര ചെയ്ത് സർവജ്ഞപീഠാരോഹണം ചെയ്യുമ്പോൾ 72 മതോച്ഛേത്രേ നമഃ എന്നാണ്. 72 മതങ്ങൾ നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്നു അന്ന്. തമ്മിൽ തല്ലിക്കൊണ്ട് യാതൊരു വിധത്തിലുള്ളതായ അഗാധജ്ഞാനവുമില്ലാതെ കുറച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടിയിരിക്കുന്ന അറിവുകളെ മാത്രം ആസ്പദമാക്കിക്കൊണ്ട് ആളുകളെ അന്ധേനൈവ നീയമാനായ യഥാന്ധ, അല്ലേ, കുരുടൻ കാട്ടിയ വഴി പോലെ ആളുകളെ തമോഗർത്തത്തിലേക്ക് തല്ലിക്കൊണ്ടിരുന്നതായ 72 മതങ്ങൾ ആചാര്യസ്വാമികളുടെ കാലത്ത് ഭാരതത്തിലുണ്ടായിരുന്നു. അപ്പം എന്ത് ചെയ്യണം? ഇതിനെല്ലാം, ഈ ഇരുട്ടിനെ, അജ്ഞാനത്തെ ഇല്ലാതാക്കി സുജ്ഞാനം, യഥാർത്ഥ ജ്ഞാനത്തെ ആളുകൾക്ക് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഉള്ളതിനെ ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ വ്യാഖ്യാനിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ആചാര്യസ്വാമികൾ പിന്നെ തൻ്റെ ജീവിതത്തിന് 4 വർഷങ്ങൾ കഴിച്ചതെന്നാണ്. പഠിച്ചിരിക്കുന്നതൊക്കെ ഈ നർമ്മദയുടെ തീരത്ത് തൻ്റെ ഗുരുവായിരിക്കുന്ന സാക്ഷാൽ ഗോവിന്ദ ഭഗവത്പാദസ്വാമികളുടെ അടുത്ത് ഓംകാരേശ്വരത്തിനാണ്. അത് കഴിഞ്ഞ് ഗുരു പറഞ്ഞു, ഇനി നീ എന്ത് ചെയ്യണം?
കാശിയിലേക്ക് പോകണം, വാരാണസിയിലേക്ക് പോകണം. എന്തുകൊണ്ട്? വാരാണസിയാണ് ജ്ഞാനത്തിൻ്റെ തലസ്ഥാനം. അവിടെയാണ് മഹാത്മാക്കളായിട്ടുള്ള ആളുകളൊക്കെ ഉള്ളത്, വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ ഉള്ളത് അവിടെയാണ്. കാശി അംഗീകരിച്ചാൽ മാത്രമേ ഭാരതം അംഗീകരിക്കുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഒരു പുതിയ വിഷയത്തെ ഭാരതത്തിൽ പ്രതിഷ്ഠിക്കണമെങ്കിൽ അത് കാശിയിൽ പ്രതിഷ്ഠിക്കണം എന്നാണ്. കാശിയിലെ മഹാപണ്ഡിതന്മാർ അംഗീകരിച്ചാൽ ഭാരതത്തിൽ എല്ലാവരും അംഗീകരിക്കും. അവരംഗീകരിച്ചില്ലെങ്കിലോ ആരും അംഗീകരിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവിടെ പോകണം എന്ന് പറഞ്ഞ ഭഗവാൻ പിന്നെ 4 വർഷങ്ങൾ എന്ത് ചെയ്തു? കാശിയിലാണ് വസിച്ചതാണ്. അങ്ങനെ കാശിയിലിരുന്നു കൊണ്ട് ഈ പ്രസ്ഥാനത്രയ്ക്ക് മുഴുവൻ ഭാഷ്യം എഴുതിയെന്നാണ്. ഷോഡശേ കൃതവാൻ ഭാഷ്യം. 16 വയസ്സായപ്പോഴേക്കും ഭാഷ്യം മുഴുവൻ എഴുതി കഴിഞ്ഞു. തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ശരിക്കും 16 വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് വന്നിരുന്നത് ഭഗവാൻ. അവിടുന്ന് അതിശേഷം ഉത്തരകാശിയിൽ പോയി. ഉത്തരകാശിയിൽ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്തു? ശരി, എന്നാ മഹാപ്രസ്ഥാനം ചെയ്യാം. അതായത് തൻ്റെ ഈ ശരീരത്തിൻ്റെ ലീലകൾ അവസാനിക്കും. വെറും 16 വയസ്സേ ആയിട്ടുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടാണ് ഉത്തരകാശിയിൽ എത്തുന്നത്. അവിടെ വെച്ചിട്ട് ഒരു ബ്രാഹ്മണൻ ഇദ്ദേഹത്തെ സമീപിച്ചിട്ട് വാദഭിക്ഷ ചോദിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങയുമായിട്ട് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യണം. അങ്ങനെ ഈ ബ്രഹ്മസൂത്രത്തിലെ ഒരു അധികരണത്തെ ആസ്പദമാക്കിയിട്ട് ഒരാഴ്ച അവര് വാദപ്രതിവാദം ചെയ്തു എന്നാണ്, സംവാദം ചെയ്തു എന്നാണ്. അങ്ങനെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്നതായ ഈ വാദപ്രതിവാദത്തിനിടെ അവസാനം ബ്രാഹ്മണൻ പറഞ്ഞു, അങ്ങ് എഴുതിയിരിക്കുന്നതൊക്കെ സത്യമാണ്. ഇതാരങ്ങനെ പറയാൻ? സാക്ഷാൽ വേദവ്യാസനായിരുന്നു അത് എന്നാണ് വിശ്വാസം. അല്ലെ, വ്യാസൻ ചിരഞ്ജീവിയാണ്. വ്യാസൻ ഇപ്പോഴും ഉണ്ട്. നമുക്ക് വേണ്ടി വന്നാൽ അന്ന് ഏത് നിമിഷവും അദ്ദേഹം നമ്മുടെ മുമ്പിൽ വരും. ചിരഞ്ജീവിയായിട്ടുള്ള വേദവ്യാസൻ എന്ത് ചെയ്തു? അങ്ങനെ ഈ 16 വർഷം കൊണ്ട് അവിടുന്ന് ചെയ്തത് മുഴുവൻ 16 നൂറ്റാണ്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതിനെ ഇനി കുറച്ചെങ്കിലും ഒന്ന് പ്രചാരം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് 16 വർഷം കൂടെ നീട്ടിക്കൊടുത്തു എന്നാണ് ആയുസ്. അങ്ങനെയാണ് 32 വയസ്സ് വരയ്ക്ക് അന്ന് ഭൂമിയിലിരുന്നു. ആ 16 വയസ്സിന് ശേഷമുള്ള 16 വർഷങ്ങളെ കൊണ്ട് 3 പ്രാവശ്യം ഭാരതം മുഴുവൻ, ഭാരതം ഇന്നത്തെ ഇന്ത്യയല്ല, അഖണ്ഡ ഭാരതത്തിൽ മുഴുവൻ അദ്ദേഹം ഭ്രമണം ചെയ്തു. ഓരോരോ നാടുകളിലെത്തി അവിടുത്തെ ആളുകൾക്ക് അവരുടെ അറിവില്ലായ്മ മാറ്റി അവർക്ക് സത്യമായിരിക്കുന്ന ഈ വൈദിക മതത്തെ എന്താണെന്ന് ഉപദേശിച്ച് അവിടെയുള്ള അനാചാരങ്ങളൊക്കെ മാറ്റി അവിടെ സദാചാരത്തെ കൊണ്ടുവന്ന് ഓരോരുത്തർക്കും നന്മയും ഓരോരുത്തർക്കും ഉന്നതിയും ഉണ്ടാകുന്ന വിധത്തിൽ എല്ലാ പ്രവർത്തനങ്ങളെയും ചെയ്തുകൊണ്ട് അവിടുന്ന് 32 വയസ്സ് വരെ, 16 വർഷം ഈ ശാസ്ത്രവും പിന്നെ 16 വർഷം അവിടുത്തെ യാത്രയും. അതിനിടയ്ക്കും അനേകം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പ്രകടന ഗ്രന്ഥങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്നതായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ രചിച്ച് അവിടുന്ന് 32 വയസ്സ് വരെ ഈ ഭൂമിയെ അലങ്കരിച്ചുകൊണ്ടിരുന്നു എന്നാണ്. പക്ഷേ 32ാമത്തെ വയസ്സിൽ മരിച്ചിട്ടില്ല. 32ാമത്തെ വയസ്സിൽ അവിടുന്ന് കേദാരനാഥത്തിൽ നിന്ന് അപ്രത്യക്ഷനായി. നമ്മുടെ കേരളീയരുടെ അഭിപ്രായത്തിൽ അവിടുന്ന് തൃശ്ശൂർ വന്ന് തൃശ്ശൂർ പേരൂർ സാക്ഷാൽ ശ്രീ വടക്കുംനാഥനുമായിട്ട് ഒന്നായി തീർന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് വടക്കുംനാഥൻ്റെ പിന്നിൽ ഒരു ശംഖചക്ര പ്രതിഷ്ഠയുണ്ട്. ഭഗവാന്റെ ശങ്കരാചാര്യസ്വാമിയുടെ സമാധിയൊക്കെ ഉണ്ട് ഇവിടെ. എന്തായാലും അവിടുന്ന് അങ്ങനെ 32 വർഷങ്ങളെ കൊണ്ട് നമുക്ക് വേണ്ടതായതെല്ലാം ചെയ്തു എന്നാണ്. അപ്പം നമ്മൾ തുടങ്ങി വെച്ചത് എന്താ? ശങ്കരാചാര്യസ്വാമികൾ ശിവന്റെ അവതാരമായിരുന്നെങ്കിൽ എപ്രകാരമാണോ ശിവന് പഞ്ചമുഖങ്ങളുള്ളത് അതുമാതിരി ശ്രീ ശങ്കരാചാര്യസ്വാമികൾക്കും പഞ്ചമുഖങ്ങളുണ്ട് എന്നാണ്. അതിൽ ഒന്നാമത്തെ മുഖം, ഒന്നാമത്തെ ഭാവം ആണ് നമ്മളൊക്കെ പ്രസിദ്ധമായിരിക്കുന്ന ഈ ഫിലോസഫർ അഥവാ തത്വചിന്തകൻ എന്നത്. തീർച്ചയായിട്ടും ആചാര്യസ്വാമികൾ ഭാരതം കണ്ട, ലോകം കണ്ട ഏറ്റവും വലിയ തത്വചിന്തകന്മാരിൽ ഒരാൾ തന്നെയാണ്, ഒരു സംശയമില്ല. വീണ്ടും ഈ വേദാന്ത മതത്തെ അല്ലേ വളരെ ലോജിക്കലായിട്ട് ശ്രുതിയുക്തി അനുഭവങ്ങളെ കൊണ്ട് പുനഃസ്ഥാപിച്ച മഹാനാണ് അവിടുന്ന്. പക്ഷേ അതൊരു ഭാവം മാത്രമാണ്. രണ്ടാമത്തെ ഭാവമാണ് അദ്ദേഹം
അദ്ദേഹം വെറും ഒരു തത്വചിന്തകൻ മാത്രമായിരുന്നില്ല, അവിടുന്ന് ഒരു ആധ്യാത്മിക ആചാര്യനായിരുന്നു. അല്ലേ? അവിടുന്ന് നമുക്ക് വേണ്ടി, നമുക്ക് എല്ലാവർക്കും വേണ്ടതായ സകല അറിവുകളെയും ആത്മീയങ്ങളായ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്തുകൂടാത്തത്, എങ്ങനെയാണ് നമുക്ക് ആത്മീയമായിരിക്കുന്ന അത് പരബ്രഹ്മാത്മനാസ്ഥീയതാം, എങ്ങനെയാണ് നമുക്ക് ആ പരബ്രഹ്മസ്വരൂപത്തിൽ ഭാസിക്കുവാൻ സാധിക്കുക, അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തെല്ലാം സാധനകളാണ് ചെയ്യേണ്ടത്, എന്താണ് അറിയേണ്ടത്, ഇത് മുഴുവനും നമുക്ക് ഉപദേശിച്ച് തന്നിട്ടുണ്ട്. വെറും ഒരു ഫിലോസഫർ, പല ഫിലോസഫേഴ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരെല്ലാവരും ആ ഫിലോസഫിയുടെ തലങ്ങളിൽ മാത്രം വിഹരിക്കുമ്പോൾ ആചാര്യസ്വാമികൾ എന്ത് ചെയ്തു? ഈ ഫിലോസഫിയെ, ഈ ദർശനത്തെ നമ്മുടെ ജീവിത സ്പൃക്കാക്കി തീർത്തു. അത് വെറുതെ പഠിക്കാനും ചിന്തിക്കാനും മാത്രമുള്ളതല്ല, നമുക്കെല്ലാവർക്കും അറിഞ്ഞ് ആചരിക്കാനുള്ളതാണ് എന്നവിടുന്ന് സ്ഥാപിക്കുകയും അങ്ങനെ നമുക്കെല്ലാവർക്കും ഉള്ള ഒരു ആധ്യാത്മിക ആചാര്യനാവുകയും ചെയ്തു. ഇതാണ് അവിടുത്തെ രണ്ടാമത്തെ മുഖം. അവിടുന്ന് വെറും ഒരു ആധ്യാത്മിക ആചാര്യൻ മാത്രമായിരുന്നില്ല, മറിച്ച് അവിടുന്ന് ഒരു വലിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു. ഈ സാമൂഹിക പരിഷ്കർത്താവ്, സോഷ്യൽ റിഫോമർ എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് നമ്മുടെ മനസ്സിലുണ്ടാവുന്നതായ ആ അർത്ഥത്തിലല്ല. ആ കാലഘട്ടത്തിൽ അവിടുന്ന് ജീവിച്ചതായ ആ കാലഘട്ടം, ഞാൻ പറഞ്ഞു, വളരെ വിഷമം പിടിച്ച ഒരു കാലഘട്ടമായിരുന്നു. അതായത് വലിയൊരു വൃക്ഷം കടപുഴകി വീണു, അല്ലേ? എത്രയോ നൂറ്റാണ്ടുകൾ വളർന്ന് ഈ ഭൂമിയുടെ എല്ലാ രക്തവും ഊറ്റിക്കുടിച്ചിരുന്നതായ ഈ ബൗദ്ധം എന്ന് പറയുന്നതായ ആ വൃക്ഷം കടപുഴകി വീണു, നശിച്ചു, ഉള്ളിൽ നിന്ന് നശിച്ചു. ആൾക്കാർ പറയുന്ന പോലെ പുറത്തുനിന്ന് ആൾക്കാർ തല്ലിക്കൊന്നതൊന്നുമല്ല, അവരുടേതായിട്ടുള്ള ദുഷ്കർമ്മങ്ങളെ കൊണ്ടും ഒക്കെ, ദുരാചാരങ്ങളെ കൊണ്ടും ദുർചിന്തനങ്ങളെ കൊണ്ടും ഒക്കെ എന്ത് ചെയ്തു? ഉള്ളിൽ നിന്ന് ആ വൃക്ഷം നശിച്ച് നിലം പറ്റി. ഒരു വലിയ വൃക്ഷം വീഴുമ്പോൾ വലിയതായൊരു മാറ്റം ആ സമൂഹത്തിലുണ്ടാവും. അതുമാതിരി വലിയതായ ഒരു പല വിധത്തിലുള്ള പല ഘടകങ്ങളിൽ, പല തലങ്ങളിലുള്ളതായ അപചയം നമ്മുടെ ഭാരതീയ സമൂഹത്തിന് സംഭവിച്ച സമയത്താണ് ആചാര്യസ്വാമികൾ തിരിച്ചു വരുന്നത്. വന്നുകൊണ്ട് അവിടുന്ന് ഓരോ നാട്ടിലും പോയി ആ നാട്ടിലുണ്ടായിരുന്നതായ അനാചാരങ്ങളെ, അപചയങ്ങളെ മാറ്റി അവർക്കെല്ലാം വൈദികമായിരിക്കുന്ന വഴി എന്താണ്, എങ്ങനെയാണ് നമ്മളൊക്കെ ജീവിക്കേണ്ടത് എന്നത് വളരെ വിശദമായി സ്വന്തം ജീവിതത്തിലൂടെയും സ്വന്തം ഉദാഹരണങ്ങളിലൂടെയും കാണിച്ചു കൊടുത്തു. ഓരോ നാട്ടിലും എത്തി അവിടെ, അല്ലേ, എന്തൊക്കെ വിധത്തിലുള്ളതായ ആചാരം നമ്മൾ വായിക്കും, ശങ്കരാചാര്യ ജീവിതത്തിലും വായിക്കും, പറയാം എന്തെല്ലാം വിധത്തിലുള്ളതായ അനാചാരങ്ങളാണ് ഉണ്ടായിരുന്നത്. മതത്തിൻ്റെ പേരിൽ, സമൂഹത്തിൻ്റെ പേരിലുണ്ടായിരുന്ന പല അനാചാരങ്ങളെയും ഉന്മൂലനം ചെയ്ത് അവിടുന്ന് വൈദിക ധർമ്മത്തെ വീണ്ടും കൊണ്ടുവന്നു. അങ്ങനെ നോക്കുമ്പോൾ അവിടുന്ന് ഒരു വലിയ സാമൂഹിക പരിഷ്കർത്താവാണ്. ഇനി നാലാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ സനാതനധർമ്മ സംസ്ഥാപകനാണ്. ഒരു ധർമ്മത്തെ, സനാതനധർമ്മത്തെ പുനഃസ്ഥാപിച്ചവനാണ്. എപ്രകാരമാണോ വേദവ്യാസൻ, അല്ലേ, സനാതനധർമ്മത്തെ പുനരുജ്ജീവിപ്പിച്ചത്, അതിനുശേഷം ഈ സനാതനധർമ്മത്തെ വീണ്ടും പുനരുജ്ജീവിപ്പിച്ചവനാണ് ആചാര്യസ്വാമികൾ. അത് വെറും ഒരു ഫിലോസഫി കൊണ്ട് മാത്രമല്ല, അതിൻ്റെ ആചാരവിചാരങ്ങളെ, അല്ലേ, ആചാരങ്ങൾ ഓരോ നാടുകളിലും പോയി അവിടെ ഉണ്ടായിരുന്നതായ ഈ സനാതനധർമ്മത്തിൻ്റെ അവലംബികളായിരുന്ന ആളുകളെ കൂട്ടിച്ചേർത്ത് അവർക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്തുകൂടാത്തത് എന്ന് കാട്ടിക്കൊടുത്ത് ബൗദ്ധത്തെയും കൊണ്ടും മറ്റു മതങ്ങളെ കൊണ്ടും ഉണ്ടായിരുന്നതായ പലവിധ വിഷമതകളെ മാറ്റി തകർന്നു കിടന്നിരുന്ന അനേകം ക്ഷേത്രങ്ങളെ പുനരുജ്ജീവിപ്പിച്ചു. ബൗദ്ധമതകാലത്ത് നശിപ്പിക്കപ്പെട്ടിരുന്നതായ അനേകം ക്ഷേത്രങ്ങൾ അവിടുന്ന് പുനരുജ്ജീവിപ്പിച്ചു. ഓരോ നാട്ടിലും പോയി അവിടെ ആ ആളുകൾക്ക്, അല്ലെ, സാധാരണ ജനങ്ങൾക്ക് ഭക്തിയാണ് ഈശ്വരനിലേക്കുള്ള വഴിയെന്നറിഞ്ഞ് ഓരോ നാട്ടിൽ പോകുമ്പോഴും അവിടെയുള്ള ക്ഷേത്രത്തെ പുനരുജ്ജീവിപ്പിക്കും, അവിടെ വേണ്ടതായ കർമ്മങ്ങളെ വീണ്ടും സ്ഥാപിക്കും. പിന്നെ അവർക്ക്, നാട്ടുകാർക്ക് ഭഗവാനെ സ്തുതിക്കുന്നതിനുള്ള മനോഹരങ്ങളായ സ്തോത്രങ്ങളെ നിർമ്മിച്ചു നൽകും. അങ്ങനെ സനാതനധർമ്മത്തെ പുനഃസ്ഥാപിച്ചു. അത് ചിന്തയുടെ തലത്തിലാകട്ടെ,
ക്രിയയുടെ തലത്തിലാകട്ടെ, പിന്നെ സാമൂഹികമായ തലത്തിലാകട്ടെ, എല്ലാ തലങ്ങളിലും ഭാരതീയ ധർമ്മത്തെ പുനരുജ്ജീവിപ്പിച്ച ഒരു മഹാനാണ് ഭഗവാൻ. ഇനി ഇത് മാത്രമല്ല, ഒരു പക്ഷേ നോക്കൂ, നമ്മൾ വിചാരിക്കുന്ന പോലെ ആചാര്യസ്വാമികളുടെ ജന്മം കൃത്യമായിട്ടൊന്നും ആർക്കും അറിയില്ലെങ്കിലും ഏകദേശം 8-ാം നൂറ്റാണ്ടാണ്. നോക്കൂ, 8-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭാരതത്തിൽ വൈദേശികങ്ങളായ ആക്രമണങ്ങൾ ആരംഭിക്കുന്ന സമയമാണ്, അല്ലേ? ഇത്രയും കാലം നോക്കൂ, ഭാരതം എന്നുണ്ടായോ അന്നു മുതൽക്ക് ഭാരതത്തെ വിദേശികൾ ആക്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഏതെല്ലാം ആക്രമണകാരികളാണോ ഭാരതത്തിൽ വന്നിരുന്നത്, കുറച്ച് കഴിയുമ്പോൾ അവർ ഭാരതീയരായി തീരും. അത് ഹൂണന്മാരാകട്ടെ, ശകന്മാരാകട്ടെ, അല്ലേ? ഇവര് ഭാരതത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ഈ വലിയ മനോഹരമായിരിക്കുന്ന, അഗാധമായിരിക്കുന്ന, സുന്ദരമായിരിക്കുന്ന ഈ സംസ്കൃതിയിൽ ആകൃഷ്ടരായി അവരെന്ത് ചെയ്യും? അവര് ഭാരതത്തിൻ്റെ ഭാഗമായി തീരും. പക്ഷേ 8-ാം നൂറ്റാണ്ടിന് ശേഷമുണ്ടായ ആക്രമണകാരികൾ ഒരിക്കലും ഭാരതത്തിൻ്റെ ഭാഗമായില്ലെന്ന് മാത്രമല്ല, ഭാരതീയ ധർമ്മത്തെയും സംസ്കൃതിയെയും മുച്ചൂട്ടു മുടിക്കാൻ, അല്ലേ, ബദ്ധകങ്കണരായിരുന്നു. അപ്പോൾ ഒരുപക്ഷേ അല്ലേ, ഇവരൊക്കെ അവതരിക്കുമ്പോഴേ അവരെല്ലാം ത്രികാലജ്ഞന്മാരാണ്, വരാനിരിക്കുന്ന കാലങ്ങളെ കാണാൻ കഴിവുള്ളവരാണ്. ഇനി ശങ്കരാചാര്യസ്വാമികളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മുഖം എന്ന് പറയുന്നത് ഇതാണത് നമ്മുടെ ഭാരതത്തെ കൂട്ടിച്ചേർക്കുക, അല്ലേ? ഭാരതം ഒരു രാഷ്ട്രമാണ്. ആ രാഷ്ട്രം സംസ്കൃതിയെ കൊണ്ട് ഒന്നായതാണ് എന്ന് മനസ്സിലാക്കി ഈ രാഷ്ട്ര ഉദ്ഗ്രഥനം, നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നൊരു സാധനം നിർവഹിച്ചിട്ടുള്ള ഒരു മഹാത്മാവാണ് ആചാര്യൻ. നമുക്കറിയാം ഭാരതത്തിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കും, എത്ര വലിയൊരു ചിന്തയാണ്. ഭാരതത്തിൻ്റെ 4 കോണുകളിലായിട്ട്, കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും എന്ത് ചെയ്തിരിക്കും? 4 മഠങ്ങൾ സ്ഥാപിച്ച് നിങ്ങൾ ഇന്നിന്ന ഭാഗങ്ങളിൽ ധർമ്മപ്രവർത്തനം ചെയ്യണമെന്ന് വിധിച്ച്, അല്ലേ? നമ്മുടെ കേരളത്തിലുള്ള നമ്പൂതിരിയെ കൊണ്ട് അവിടെ ബദ്രീനാഥന് പൂജ, കർണാടകത്തിലുള്ള ബ്രാഹ്മണരെ കൊണ്ട് പശുപതിനാഥന് പൂജ, കന്യാകുബ്ജത്തിലുള്ള വടക്ക് ഭാഗത്തുള്ള ബ്രാഹ്മണരെ കൊണ്ട് ഇവിടെ ഭഗവാൻ രാമേശ്വരന് പൂജ. നോക്കൂ, നമ്മളെല്ലാം ഒന്നാണ്. എങ്ങനെയാണ് നമ്മൾ ഒന്നായിരിക്കുന്നത്? നമ്മുടെ ഭാഷ കൊണ്ടല്ല, നമ്മുടെ വേഷം കൊണ്ടല്ല, നമ്മുടെ ആചാരങ്ങളെ കൊണ്ടല്ല, പിന്നെയോ നമ്മുടെ സംസ്കൃതി കൊണ്ടാണ്. ഭാരതമായിരിക്കുന്നത് വെറും ഒരു രാഷ്ട്രീയ ഒരു ചക്രമല്ല, ഇത് സംസ്കൃതിയുടെ, സംസ്കാരത്തിൻ്റെ ചക്രമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് അവിടുന്ന് രാഷ്ട്ര പുനരുദ്ധാരണവും ചെയ്തൊരു മഹാത്മാവാണ്. അങ്ങനെയുള്ള ഒരു മഹാത്മാവിൻ്റെ ഭൂമിയിലാണ് നമ്മളിപ്പോൾ, ജന്മഭൂമിയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഈശ്വരൻ്റെ വലിയൊരു കൃപയാണ്. അപ്പം ഇന്ന് എന്നോട് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചത് ഈ തോടകാഷ്ടകം എന്ന് പറയുന്നതായിട്ടൊരു കൃതിയാണ്. ഒരിക്കലും ഭഗവാൻ തൻ്റെ യാത്ര, അവിടുന്ന് പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കർണാടകത്തിലെ ഒരു നഗരമുണ്ട്, ഹരിഹരപുരം എന്ന് പറയുന്നതായിട്ടൊരു നഗരം. അവിടെ വെച്ചിട്ട് വളരെ ഒരു ചെറുപ്പക്കാരനായിട്ടൊരു ബ്രഹ്മചാരി ആചാര്യസ്വാമികളോടൊപ്പം കൂടി. അയാളുടെ പേര് ഗിരി എന്നായിരുന്നു. ആ ചെറുപ്പക്കാരൻ്റെ പേര് ഗിരി എന്നായിരുന്നു. അദ്ദേഹം വലിയ ആചാര്യസ്വാമികളോട് വലിയ പ്രേമമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി, ഈ ആചാര്യനെ സേവിക്കുക അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം, അല്ലേ? ശാസ്ത്രം പഠിക്കുക എന്നുള്ളതൊക്കെ ഒക്കെയാണ്, പക്ഷെ എൻ്റെ ജീവിത ലക്ഷ്യം എന്താ? അത് ആചാര്യ സേവയാണ്. ഈ ആചാര്യ സേവ കൊണ്ട് തന്നെ എനിക്ക് കിട്ടുന്നതൊക്കെ കിട്ടും എന്നാൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അവിടുന്ന് എങ്ങനെയുള്ളവനായിരുന്നു? ഭോഗമോക്ഷവിരാഗിയായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന് ഭോഗത്തിലും താല്പര്യമില്ല, മോക്ഷത്തിലും താല്പര്യമില്ല. ഇനി ഇതൊക്കെ പഠിച്ച് വലിയ ആളായി മോക്ഷം കിട്ടണം അന്നുമില്ല. എന്തേ ഉള്ളൂ? എനിക്ക് എൻ്റെ ആചാര്യനെ സേവിച്ചു കൊണ്ടിരിക്കണം, ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ട് അദ്ദേഹത്തിൻ്റെ ശങ്കരാചാര്യസ്വാമികളുടെ ഒപ്പം ഓരോ നാടുകളിലേക്ക് നടക്കുമ്പോൾ. അപ്പോൾ ഈ ഗിരിയും അവരോടൊപ്പം കൂടി അവരങ്ങനെ യാത്ര ചെയ്ത് പലയിടത്തും എത്തിയ സമയത്ത് ദിവസവും രാവിലെ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ആചാര്യസ്വാമികൾ ഇരിക്കും,
ശിഷ്യന്മാരെല്ലാം മുമ്പിൽ വരും. അപ്പോൾ എന്തെങ്കിലും ഒരു ഗ്രന്ഥത്തെക്കുറിച്ചിട്ടുള്ള ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ഗിരിയും എല്ലാ ക്ലാസ്സിലും വന്നിരിക്കും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട്. പക്ഷേ അദ്ദേഹം ശ്രദ്ധിക്കുന്നത് എന്താ ആചാര്യസ്വാമികൾ പറയണതെന്നല്ല, അവിടുത്തെ ആ ദിവ്യമായിരിക്കുന്ന രൂപം, അദ്ദേഹത്തിൻ്റെ മഹാത്മ്യം, ഇതൊക്കെയാണ് അദ്ദേഹം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഒരിക്കലും വാദപ്രതിവാദങ്ങൾക്ക് പോവേ, ചോദ്യങ്ങൾ ചോദിക്കേ, സംശയ നിവാരണം ചെയ്യേ, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പറയും എനിക്കിതൊന്നും അറിയില്ല കേട്ടോ. എന്തുകൊണ്ട്? അതൊന്നും അദ്ദേഹം താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ പലയിടത്തും നടന്ന ഒരു സ്ഥലത്തെത്തി. ആചാര്യസ്വാമികളെ ഇരുന്നു. അപ്പോൾ ശിഷ്യന്മാർ എന്താണ് മംഗള ശ്ലോകങ്ങളൊക്കെ ജപിച്ചു, ശാന്തിപാഠമൊക്കെ കഴിഞ്ഞു. എന്നിട്ടും ആചാര്യസ്വാമികൾ ക്ലാസ് തുടങ്ങണില്ല. അപ്പോൾ ചോദിച്ചു, എന്താ തുടങ്ങാത്തെ? പറഞ്ഞു, അല്ല ഗിരി വന്നില്ലല്ലോ. കുറച്ചു നേരം കൂടി ഇരുന്നു എല്ലാവരും. എന്നിട്ട് അവർ പറഞ്ഞു, എന്താ വന്നാലെന്താ വന്നില്ലെങ്കിൽ എന്താ അല്ലേ, അങ്ങ് എന്ത് പറഞ്ഞാലും അത് ഇതിന് മനസ്സിലാവുന്നില്ലല്ലോ, പിന്നെ എന്താ നമുക്ക് തുടങ്ങിക്കൂടെ? ഉടനെ ആചാര്യസ്വാമികളുടെ ഉള്ളിൽ വലിയതായിരിക്കുന്ന കൃപയുണ്ടായി എന്നാണ്. അപ്പോൾ ആ സത്യത്തിൽ എന്താ, ആ സമയത്ത് ആചാര്യസ്വാമികളുടെ വസ്ത്രം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഗിരി ഒരു നദിയുടെ തീരത്ത്. ഉടനെ അങ്ങനെ നദിയുടെ തീരത്ത് വസ്ത്രമിളക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഗിരിയെക്കുറിച്ച് ഭഗവാൻ ചിന്തിച്ചു. എന്നിട്ട് ഇവരെങ്ങനെ പുച്ഛിച്ചു പറഞ്ഞുവല്ലോ അല്ലേ. ഭഗവാൻ എന്താ അല്ലേ, നായമാത്മാ പ്രവചനേന ലഭ്യ എന്നാണ്. പ്രവചനം കൊണ്ടൊന്നുമല്ല ആത്മാവിൻ്റെ നേടേണ്ടത്. പക്ഷേ പലപ്പോഴും എന്ത് ചെയ്യും, നമ്മളെ ബുദ്ധിയുടെ തലത്തിൽ മാത്രമേ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ബോധമുണ്ടായിട്ട് ആചാര്യസ്വാമികളുടെ കണ്ണു നിറഞ്ഞു എന്നാണ്. ഉടനെ അദ്ദേഹം അഗാധമായിരിക്കുന്ന സമാധിയിലേക്ക് പ്രവേശിക്കുകയും ആ സമയത്ത് ഈ നദിയുടെ തീരത്ത് അളക്കിക്കൊണ്ടിരിക്കുന്നതായ ആ ഗിരിയുടെ ഉള്ളിൽ പരമമായിരിക്കുന്ന ആത്മബോധം പ്രകാശിക്കുകയും ചെയ്തു. ആത്മബോധപ്രകാശമുണ്ടായി. ഒരു നിമിഷം അദ്ദേഹം അങ്ങനെ ആ ആത്മ അനുഭൂതിയിൽ മഗ്നനായി നിന്നു. അടുത്ത നിമിഷം ബോധം ഉണ്ടായി. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? വെറുതെ ഉണ്ടാവില്ല, കാരണം കൂടാതെ കാര്യമുണ്ടാവില്ല അല്ലേ. ഒന്നും അറിയാൻ സാധിക്കാത്തതായ എനിക്ക് ഒരൊറ്റ നിമിഷം കൊണ്ട് ഈ ആത്മാനുഭൂതി ഉണ്ടായത്. ഇതെങ്ങനെയാണ്? ശക്തിപാദം എന്ന് പറഞ്ഞ ദീക്ഷയാണെന്ന്. ഗുരുവിന് അത്യുത്തമന്മാരായിരിക്കുന്ന ഗുരുക്കന്മാർക്ക് വെറും ചിന്ത കൊണ്ട് നമ്മളെ ഈ ഭവസാഗരത്തിന് രക്ഷിക്കാൻ പറ്റും. ഉടനെ ഇത് സംഭവിച്ച ഉടനെ അദ്ദേഹത്തിന് മനസ്സിൽ വലിയതായ ആനന്ദമുണ്ടായി. അതേ സമയത്ത് തൻ്റെ ഗുരുവിനോടുള്ള മഹത്തായിരിക്കുന്ന വലിയതായ കൃതജ്ഞത അതുണ്ടായി. ആ കൃതജ്ഞതയുടെ ആ തള്ളലുൽ ഈ ഒരു ഉടനെ ഗുരുവിൻ്റെ അടുത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിച്ച് അദ്ദേഹത്തിന് നോക്കിക്കൊണ്ട് പാടിയ ഒരു സ്തുതിയാണ് തോടകാഷ്ടകം എന്ന് പറയാം. 8 ശ്ലോകങ്ങളാണ്. അത് തോടകം എന്ന് പറയുന്നതായിട്ടുള്ളൊരു വൃത്തത്തിൽ രചിച്ചത് കൊണ്ടാണ് അതിന് തോടകാഷ്ടകം എന്ന് പേര്. ഉടനെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴേ ആൾക്കാർക്ക് മനസ്സിലായില്ല, ഇത്രയും കാലം വെറും മണ്ടനാണ് എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളാണ് ഇങ്ങനെ സ്തുതിക്കുന്നത്. അപ്പോൾ മനസ്സിലായി ഗുരുവിൻ്റെ കൃപ എന്താണെന്ന്. അതിനുശേഷം തോടകാഷ്ടകം രചിച്ചതായ തോടകാചാര്യൻ എന്ന പേരിൽ അദ്ദേഹത്തിന് സന്യാസം കൊടുക്കുകയും ചെയ്തു. ഇതിന് ശേഷം അദ്ദേഹം വേറൊരു കൃതി കൂടെ എഴുതിയിട്ടുണ്ട്. അത് ശ്രുതിസാര സമുദ്ധരണം എന്ന് പറയുന്നതായിട്ടൊരു കൃതി കൂടെ തോടകാചാര്യസ്വാമികളുടേതായിട്ടുണ്ട്. മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം, പീഠാചാര്യനായിരുന്നു. 4 പീഠങ്ങളിൽ ഒരു പീഠത്തിന് അധിപതിയാക്കുകയും ചെയ്തു എന്നാണ് തോടകാചാര്യസ്വാമികൾ. ഇത്രയും വലിയ ആ മഹാനായിട്ടുള്ള ആ സ്വാമികളുടെ തോടകാചാര്യസ്വാമികളുടെ ഒരു ലഘുകൃതിയാണ് ഈ തോടകാഷ്ടകം. വളരെ ചിന്തിക്കാനുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നി ഇവിടെ വന്നിരിക്കുമ്പോൾ വെറുതെ ഒരു ശ്ലോകം പഠിച്ചു പോകുന്നതിനെക്കാട്ടിലും ഇതാരായിരുന്നു ആൾ എന്നറിഞ്ഞിട്ട് പിന്നെ നമുക്കതൊന്ന് വെറുതെ അതിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അതിനെ ആസ്വദിക്കാൻ സാധിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ദീർഘമായൊരു മുഖവുര ഞാനിതിനെ പറയാൻ ഇടയായത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ശ്ലോകം അറിയുന്നതായിരിക്കണം. മലയാളികൾക്കൊക്കെ വളരെ പ്രസിദ്ധ എല്ലാവർക്കും അറിയുന്നൊരു ഒരു കൃതിയാണിത്. എന്തായാലും നമുക്ക് ചെല്ലാം. വിദിതാഖില ശാസ്ത്രസുധാ ജലധേ സുധാ ജലധേ महितोपनिषत् कथितार्थनिधे कथितार्थनिधे हृदये कलये विमलं चरणं विमलं चरणं
ഭവശങ്കരദേശിക മേ ശരണം. ഭവശങ്കരദേശിക മേ ശരണം. മേ ശരണം. ഹേ ശങ്കരദേശിക മേ ശരണം ഭവ. അല്ലയോ ശങ്കരദേശിക, മേ എനിക്ക് ശരണം ഭവ, അവിടുന്ന് ശരണമായി തീരണേ. അല്ലയോ ശങ്കരദേശിക, അവിടുന്ന് എനിക്ക് ശരണമായി തീരണേ എന്നാണ് പ്രാർത്ഥന. എല്ലാ ശ്ലോകങ്ങളിലും 4ാമത്തെ വരി അതാണ്. ആരാണ് ദേശികൻ? ദിശാം തനുതേ ഇതി ദേശിക. ആരാണോ നമുക്ക് വഴികാട്ടി തരുന്നത്. ദേശികൻ എന്നർത്ഥം ദിശയെ കാണിച്ചു തരുന്നവൻ ദേശികൻ. വഴികാട്ടിയായിരിക്കുന്ന ശങ്കര, അവിടുന്ന് എനിക്ക് ശരണമായി തീരണേ. ആരാണ് ഈ വഴികാട്ടിയായിരിക്കുന്ന ശങ്കരൻ? പറയാണ്, അവിടുന്ന് ഒരു ജലധിയാണ്, അവിടുന്ന് ഒരു സമുദ്രമാണ്. ഉപ്പുവെള്ളമുള്ള സമുദ്രമാണോ? അല്ല, സുധാജലധിയാണ്. അല്ലേ? സുധ എന്ന് വെച്ചാൽ അമൃതം. അമൃതത്തിൻ്റെ കടലാണ് അവിടുന്ന്. എന്ത് അമൃതത്തിൻ്റെ കടലാണ്? വിദിതാഖില ശാസ്ത്രസുധ. ഈ ലോകത്തിൽ ഏതൊക്കെ ശാസ്ത്രങ്ങളെ അറിയപ്പെട്ടിട്ടായിട്ടുണ്ടോ, അത് ന്യായമാകട്ടെ വ്യാകരണമാകട്ടെ, അല്ലേ, ഏതെല്ലാം ശാസ്ത്രങ്ങൾ ഈ ലോകത്ത് ആളുകൾക്ക് അറിയുന്നതായുണ്ടോ ആ എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരമായിരിക്കുന്നു. ശാസ്ത്രമാകുന്ന ആ സമുദ്രസ്വരൂപിയാണ് ഭഗവാൻ. ശാസ്ത്രമാകുന്ന അമൃതസമുദ്രമാണ് ഭഗവാൻ. വിദിത അഖിലം, അഖില ശാസ്ത്രങ്ങളും എല്ലാ ശാസ്ത്രങ്ങളുടെയും അറിവാകുന്ന മഹാ അമൃതസ്വരൂപിയായിരിക്കുന്ന ഭഗവാനെ അവിടുന്ന് എനിക്ക് വഴികാട്ടി തരണേ. പിന്നെ മഹിതോപനിഷത് കഥിതാർത്ഥനിധേ, അർത്ഥനിധേ, അല്ലേ? മഹിതോപനിഷത് കഥിതാർത്ഥനിധേ. അവിടുന്ന് ആരാണ്? നിധിയാണ്. എന്തിൻ്റെ നിധിയാണ്? വളരെ മഹിതങ്ങളായിരിക്കുന്ന ശ്രേഷ്ഠങ്ങളായിരിക്കുന്ന ഉപനിഷത്ത് തത്വങ്ങളുടെ നിധിയാണ് അവിടുന്ന്. ഉപനിഷത്ത് എന്തെല്ലാമാണോ മഹത്വങ്ങളായി പറഞ്ഞിരിക്കുന്നത്, ആ സകല ഉപനിഷത് ധർമ്മങ്ങളുടെയും ഇരിപ്പിടമായിരിക്കുന്നല്ലയോ ഗുരുദേവ, അവിടുന്ന് ഞങ്ങൾക്ക് വഴികാട്ടിത്തരണേ. ഹൃദയേ കലയേ വിമലം ചരണം. അല്ലയോ ഭഗവാനെ, ഞാനിതാ അവിടുത്തെ വിമലങ്ങളായിരിക്കുന്ന ചരണങ്ങളെ, അവിടുത്തെ കാലടികളെ ഞാനിതാ എൻ്റെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നു. അല്ലയോ നാഥ, അല്ലയോ ദേശിക, അല്ലയോ ശങ്കര, അവിടുന്ന് ഞങ്ങൾക്ക് വഴികാട്ടിത്തരണേ. ആത്മാവിലേക്കുള്ള മോക്ഷത്തിലേക്കുള്ള വഴി അവിടുന്ന് ഞങ്ങൾക്ക് തെളിയിച്ചു തരണേ. നമുക്ക് ഒരുമിച്ച് ചെല്ലാം. കരുണാവരുണാലയ പാലയ മാം ഭവസാഗര ദുഃഖവിദൂനഹൃദം രചയാഖില ദർശന തത്വവിദം ഭവശങ്കര ദേശിക മേ ശരണം. ഭവശങ്കര ദേശിക മേ ശരണം. മേ ശരണം ഭവ. അല്ലയോ ദേശിക, അവിടുന്ന് എനിക്ക് ശരണമായി തീരണേ. എങ്ങനെ? ദർശന തത്വവിധം. എന്നെ അവിടുന്ന് എന്തെല്ലാം ദർശനങ്ങളെ അവിടുന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ടോ, ആ വ്യാഖ്യാനിച്ചതായ സകല ദർശനങ്ങളുടെയും തത്വം, അതിൻ്റെ സാരം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തരണേ. അല്ലേ? സകല ശാസ്ത്രങ്ങളുടെയും സാരത്തെ മനസ്സിലാക്കി എനിക്ക് വഴികാട്ടിയായി തീരണേ. എന്ത് പറ്റി? തന്നെ എന്തിനാ ഞാൻ അങ്ങനെ അല്ല? ഭവ സാഗര ദുഃഖ വിദൂന ഹൃദം. എൻ്റെ ഹൃദയം പൊട്ടിപ്പിളർന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഭവസാഗര ദുഃഖം. അല്ലേ? ഈ ലൗകികങ്ങളായിരിക്കുന്ന വിവിധ ദുഃഖങ്ങളെ കൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞതായ ഹൃദയത്തോടു കൂടിയിരിക്കുന്ന എന്നെ അവിടുന്ന് എനിക്ക് സാന്ത്വനമായി തീരട്ടെ. അല്ലേ? ഈ ഹൃദയം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന എനിക്ക് അവിടുന്ന് സകല ശാസ്ത്രങ്ങളുടെയും സാരമായിരിക്കുന്ന ആത്മവിദ്യയെ മനസ്സിലാക്കി തന്നുകൊണ്ട്
അല്ലയോ ഭഗവാനെ, എനിക്ക് വഴികാട്ടിയായി തീരണേ. എന്തുകൊണ്ട് അങ്ങയോട് പറയാൻ കാരണം, അവിടുന്ന് കരുണാവരുണാലയ, ഭഗവാൻ കരുണയുടെ മഹാസമുദ്രമാകുന്നു. ഞാനിതിന് അധികാരിയാണോ എന്നൊക്കെ ചോദിച്ചാൽ അല്ലായിരിക്കാം. പക്ഷേ അവിടുത്തെ കരുണ കൊണ്ട്, അവിടുന്ന് കരുണയുടെ മഹാസാഗരമായിരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യണം? ഈ ഭവസാഗര ദുഃഖത്തെ കൊണ്ട് തകർന്നിരിക്കുന്നതായ എൻ്റെ ഹൃദയത്തിൽ അറിവിൻ്റെ ഈ വെളിച്ചം, അറിവാകുന്ന ഈ സകല ശാസ്ത്രങ്ങളുടെയും തത്വമാകുന്ന ഈ അറിവ് നൽകി എനിക്ക് വഴി കാട്ടിത്തരണേ. ഭവതാ ജനതാ സുഹിതാ ഭവിതാ നിജബോധ വിചാരണ ചാരുമതേ കലയേശ്വര ജീവ വിവേകവിദം ഭവശങ്കര ദേശിക മേ ശരണം. ഭവശങ്കര ദേശിക മേ ശരണം. ദേവ ശങ്കര, അവിടുന്ന് എനിക്ക് വഴികാട്ടിയായി തീരണം. എന്തുകൊണ്ട്? അവിടുന്ന് സ്വഭാവം അങ്ങനെയാണ്. ഭവത, അങ്ങയാൽ, ജനത, എല്ലാവരും, സുഹിത ഭവിത, ലോകത്തിലെ എല്ലാ ജനങ്ങളും അവിടുത്തെ സാമീപ്യം കൊണ്ട്, അവിടുത്തെ കൃപ കൊണ്ട് അവരെല്ലാം ധന്യരായി തീർന്നിരിക്കുന്നു. അവരെല്ലാം സന്തോഷവാന്മാരായി തീർക്കുന്നു. എല്ലാവരെയും, ഒരാളെയും വിടാതെ എല്ലാവരെയും അവരുടെ ഹൃദയത്തിൽ ഈ പ്രേമത്തിൻ്റെ, അനുഭൂതിയുടെ, സ്നേഹത്തിൻ്റെ, അറിവിൻ്റെ ഈ അമൃതമഴ പൊഴിച്ചുകൊണ്ട് എല്ലാവർക്കും സുഖം നൽകുന്നവനായിരിക്കുന്ന ആചാര്യ, അവിടുന്ന് എനിക്ക് വഴികാട്ടി തരണം. അല്ലേ? എന്താണ് അങ്ങയുടെ വിശേഷത? നിജബോധ വിചാരണ ചാരുമതേ. അതിമനോഹരമായ ബുദ്ധിയോടുകൂടിയവനാണ് അങ്ങ്. എന്താ ഈ ബുദ്ധി ചെയ്യുന്നത്? നിജബോധ വിചാരണം. ഞാൻ ആരാണ്, എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്ന ആ ബോധത്തിൽ തന്നെ ഉറച്ച മനസ്സോടുകൂടിയിരിക്കുന്ന അവിടുന്ന് അവിടുത്തേക്ക് വരുന്ന അടുത്തേക്ക് വരുന്ന എല്ലാവർക്കും ശാന്തിയും സമൃദ്ധിയും ഐശ്വര്യവും ആത്മസുഖവും നൽകുന്നവനായി കൊണ്ടിരിക്കുന്ന അവിടുന്ന് എന്ത് ചെയ്യട്ടെ? കലയേശ്വര ജീവവിവേകവിദം. ഭഗവാനെ, എന്നെ ആരാണ് ഈശ്വരൻ, ആരാണ് ജീവൻ മുതലായിരിക്കുന്ന വിവേകത്തെ, തിരിച്ചറിവിനെ ഉണ്ടാക്കി തരണേ. ഈശ്വര വിവേകം ഉണ്ടാകണേ, ജീവവിവേകം ഉണ്ടാകണേ. ഈശ്വരനിലും ജീവനിലും ഒന്നായിരിക്കുന്ന ആത്മതത്വത്തെ തിരിച്ചറിഞ്ഞ് സംസാര സമുദ്രത്തിൽ നിന്ന് കരകയറാൻ എനിക്ക് ഒരവസരം ഉണ്ടാക്കി തരണേ. ആരാണ് ഭഗവാൻ? ആരാണ് ഈ ശങ്കരൻ? ഭവ ഏവ ഭവാനിതി മേനിതരാം സമജായത ചേതസി കൗതുകിതാ മമ വാരയ മോഹമഹാജലധിം ഭവശങ്കര ദേശിക മേ ശരണം. ഭവശങ്കര ദേശിക മേ ശരണം. ഹേ ശങ്കര, അവിടുന്ന് എനിക്ക് ശരണമായി തീരണേ. ആരാ ഭഗവാൻ? ഭവ ഏവ ഭവാൻ. അവിടുന്ന് ആരാണ്? അവിടുന്ന് ഭവൻ തന്നെയാണ്. ഭവൻ ചാൽ ശ്രീ പരമേശ്വരൻ. അവിടുന്നും ശ്രീ പരമേശ്വരൻ രണ്ടല്ല, അവിടുന്ന് ശിവൻ തന്നെയാണ്. ഇത് ചേതസി കൗതുകിതാ സമജായത. ഇതറിഞ്ഞപ്പോഴ് എൻ്റെ ഹൃദയത്തിൽ വലിയ ആനന്ദമുണ്ടായി. എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതായ ഈ ആചാര്യൻ ശങ്കരാചാര്യം അല്ലേ, അവിടുന്ന് സാക്ഷാൽ ശ്രീ ശങ്കരസ്വരൂപി തന്നെയാണ് എന്നറിഞ്ഞപ്പോഴ് ചേതസി, എൻ്റെ മനസ്സിൽ വലിയതായ കൗതുകിത, വലിയതായ ആനന്ദമുണ്ടായി. അതുകൊണ്ടല്ലയോ ഭഗവാനെ, ഇനി എന്നെ കളിപ്പിക്കരുത് അല്ലേ. മമ വാരയ മോഹമഹാജലധിം. ഈ മോഹമഹാജലധിയിൽ നിന്ന് അല്ലേ, മോഹമാക്കുന്ന ഈ മഹാസമുദ്രത്തിൽ നിന്ന് വാരയ, എന്നെ രക്ഷിക്കണേ. എൻ്റെ സമസ്ത ദുഃഖങ്ങളെയും മാറ്റി, ഈ എല്ലാ ഭ്രമങ്ങളെയും മാറ്റി, എൻ്റെ അവിദ്യയെ മാറ്റി, എൻ്റെ ഉൾക്കണ്ണ് തുറന്ന് ഈ ദുഷ്ടനഷ്ട
ഭവശങ്കരദേശിക മേ ശരണം, മേ ശരണം ഭവ ഹേ ശങ്കരദേശിക, അവിടുന്ന് എനിക്ക് ശരണമായി തീരണേ. സുകൃതേ അധികൃതേ ബഹുധാ ഭവതോ ഭവിതാ സമദർശന ലാലസതാം അതിദീനമിമം പരിപാലയ മാം ഭവശങ്കരദേശിക ഭവശങ്കര. സുഹൃതേധികൃതേ, എപ്പോഴാണോ വലിയതായ സുഹൃതം ഉണ്ടാകുന്നത്, അല്ലയോ ഭഗവാനെ, അവിടുത്തെ നാമം കേൾക്കാൻ, അവിടുത്തെ രൂപം കാണാൻ, അവിടുത്തെ തത്വശാസ്ത്രം പഠിക്കാൻ, അവിടുത്തെ ലീലാസ്ഥാനങ്ങളെ സന്ദർശിക്കാനൊക്കെ നമുക്ക് ഭാഗ്യമുണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? വലിയ പുണ്യമുണ്ടാകണം. സുഹൃത്തെ അധികൃതേ, വലിയതായ സുഹൃതം, വലിയതായ പുണ്യം ചെയ്യുമ്പോൾ മാത്രമേ ഭവിതാ സമദർശനലാലസത, ഈ അവിടുത്തെ മഹാത്മ്യങ്ങളെ കാണാൻ, അവിടുത്തെക്കുറിച്ച് കേൾക്കാൻ, അവിടുത്തെ തത്വശാസ്ത്രം ശ്രവിക്കാൻ, അല്ലേ? ആ തത്വശാസ്ത്രത്തിലുള്ള സമദർശനം. എന്താണ് അദ്വൈതം? അദ്വൈതം സമദർശനമാണ്. എല്ലാവരുടെയും ഹൃദയത്തിൽ വിളങ്ങുന്നത് ഒരേ ആത്മാവ് തന്നെയാണ്, അല്ലേ? ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിചൈവ സ്വപാകേച പണ്ഡിതാ സമദർശന. എല്ലാം ഒന്നാണെന്നല്ല. ബ്രാഹ്മണനും പണ്ഡിതനും പട്ടിയും പൂച്ചയും പട്ടിയെ തിന്നുന്നവനൊക്കെ ഒന്നാണെന്നല്ല. പക്ഷേ അവരുടെ എല്ലാവരുടെയും ഉള്ളിൽ വിളങ്ങുന്നതായ ആത്മാവ് ഒന്ന് തന്നെയാണ്. സമദർശനം. അതിദീനമിമം, ഭഗവാനെ ഞാൻ വളരെ ദീനനാണ്, എനിക്ക് അവിടുത്തെ അനുഗ്രഹമല്ലാതെ എനിക്ക് ഇതിൽ നിന്ന് പുറത്തു വരുവാനുള്ളതായി യാതൊരു വഴിയുമില്ല. അതുകൊണ്ട് പാലയമാം, എന്നെ രക്ഷിക്കണേ. വലിയ വലിയ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ നല്ല ബുദ്ധിയുണ്ട്, അവരെ ആലോചിച്ച് ചിന്തിച്ച് മനനം ചെയ്തൊക്കെ രക്ഷപ്പെട്ടോളൂ. പക്ഷെ എനിക്ക് അതുമാതിരി ശ്രവണം ചെയ്യാനോ മനനം ചെയ്യാനോ നിധ്യാസനം ചെയ്യാനോ ധ്യാനിക്കാനോ സമാധിയിൽ പോകാനോ എന്നുള്ള കഴിവില്ല. അവിടുന്ന് എന്ത് ചെയ്യണേ? അവിടുത്തെ മഹാത്തായിരിക്കുന്ന കരുണയെ എന്നിൽ വർഷിച്ച് എന്നെ ഈ സംസാര സമുദ്രത്തിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണേ. ജഗതീമവിതും കലിതാകൃതയോ വിചരന്തി മഹാമഹ സചലതഃ അഹിമാംശുരിവാത്ര വിഭാസി ഗുരോ ഭവശങ്കരദേശിക മേ ശരണം ഭവശങ്കരദേശിക മേ ശരണം. എന്ത് ചെയ്യുന്നു? ചലതഃ. മഹാത്മാക്കൾ ഈ ഭൂമിയിൽ എപ്പോഴും ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റില്ല. ഈ ഭാരതഭൂമി പ്രത്യേകിച്ചും മഹാത്മാക്കളില്ലാത്തതായി തീരുകയില്ല. ഭാരതത്തില് എപ്പോഴും ആത്മാവിനെ അറിഞ്ഞിരിക്കുന്നതായ മഹാത്മാക്കൾ ഉണ്ടായിരിക്കും. പക്ഷേ അവരെ മനസ്സിലാക്കാൻ ഒരുപക്ഷെ നമുക്ക് സാധിക്കില്ല എന്നാണ്. അതുകൊണ്ട് അവരെപ്പോഴും അവരുടെ സ്വരൂപത്തെ മറച്ചുകൊണ്ടേ വസിക്കുകയുള്ളൂ. അല്ലാതെ എല്ലാവരും ഇപ്പോഴും ഞാനേ മനസ്സിലായോ എന്നെ ഏമത്തെ ബ്രഹ്മവിത്ത് എന്നൊന്നും ആരും പറയില്ല, അല്ലേ? അവർ ജീവിക്കും. അവരെ അറിയാൻ അവരുടെ കൃപയുണ്ടാവണം എന്നാണ്. അവരുടെ കൃപയുണ്ടായാൽ മാത്രമേ, അല്ലെങ്കിൽ ഈശ്വര കൃപയുണ്ടായാൽ മാത്രമേ മഹാത്മാക്കളെ അറിയാൻ പറ്റൂ. പറയാണ് മഹാമഹസച്ചലത. അവരെന്ത് ചെയ്യണു? വലിയതായ മഹാത്മാക്കള് ചലത, നമ്മളെ പറ്റിക്കാൻ വേണ്ടി അവരുടെ രൂപം മറച്ചുകൊണ്ട് ഈ ഭൂമിയിൽ വിഹരിച്ചുകൊണ്ടേയിരിക്കും, അല്ലേ? എന്തിനാണിത്? ജഗതീം അവിതും, ഈ പ്രപഞ്ചത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി കലിതാകൃതയ, പല പല രൂപമെടുത്തുകൊണ്ട് മഹാമഹത്, അല്ലെ, വലിയ മഹാത്മാക്കളെ ചലതഃ വിചരന്തി, രൂപം മാറി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെയാണ് അങ്ങും അഹിമാംശുരിവാത്ര വിഭാസി ഗുരോ. അതുപോലെ അല്ലയോ ഗുരോ, അവിടുന്നും ഇവിടെ അഹിമാംശു. ഹിമാംശു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രൻ, അഹിമാംശു എന്ന് വെച്ചാൽ സൂര്യൻ,
അല്ലേ? ആ പകല് വെട്ടിത്തിളങ്ങുന്നതായ സൂര്യനെ പോലെ എന്ത് ചെയ്യുന്നു? അവിടുന്ന് അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒക്കെ പ്രകാശവും ഊർജവും കൊടുത്തുകൊണ്ട് അവിടുന്ന് ഭൂമിയിൽ ചരിച്ചുകൊണ്ടേയിരിക്കണു. അങ്ങനെയുള്ളതായ ശങ്കര, അവിടുന്ന് ഞങ്ങൾക്ക് ശരണത്തെ കൊടുക്കുമാറാകണേ. ഗുരുപുങ്കവ പുങ്കവകേതനതേ സമതാമയതാം നഹി കോപി സുധീ ശരണാഗതവത്സലതത്വനിധേ ഭവശങ്കരദേശിക മേ ശരണം. ശിവശങ്കരദേശിക മേ ശരണം. ഹേ ഗുരുപുങ്കവ, ഗുരുക്കന്മാരിൽ ശ്രേഷ്ഠനായിരിക്കുന്നല്ലയോ ഭഗവാനെ, അവിടുന്ന് ആരാണ്? പുങ്കവകേതന. വീണ്ടും പുങ്കവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാള, കേതനം വെച്ചാൽ കൊടി. കാള കൊടിയായിട്ടുള്ളവൻ തന്നെയാണ് അങ്ങ്. ആരാ കാള കൊടിയായിട്ടുള്ളത്? ശ്രീ പരമേശ്വരൻ അല്ലേ? വൃഷഭവാഹനനുമാണ്, വൃഷഭൻ ആണ്, അതായത് കൊടി കാള തന്നെയാണ് ഭഗവാന്റെ ധ്വജവും. അപ്പോ കാള കൊടിയായിട്ടുള്ളതായ ശ്രീ പരമേശ്വരൻ തന്നെയാണ് അവിടുന്ന്. സമതാമയതാം, അവിടുത്തെ നാലയലത്ത് വരാൻ നഹി കോപി സുധീഹി, ഒരു ബുദ്ധിമാനും ഇല്ല. ഒരു ബുദ്ധിമാനും അവിടുത്തെ തുല്യരായിട്ടില്ല. ശരണാഗത വത്സല തത്വനിധേ, ശരണാഗതന്മാരിൽ ആരാണോ അവിടുത്തെ പാദങ്ങളിൽ അല്ലേ സ്വയം സമർപ്പിക്കുന്നത്, അവർക്ക് തത്വത്തെ പ്രകാശിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരെ ജനനമരണങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനായ അല്ലയോ ശങ്കര, അവിടുന്ന് എനിക്ക് വഴികാട്ടിയായി തീരണേ. വിദിതാനമയാ വിശദൈകകലാ നച കിഞ്ചന കാഞ്ചനമസ്തി ഗുരോ ധൃതമേവ വിധേഹി കൃപാം സഹജാം ഭവശങ്കരദേശിക മേ ശരണം. ഭവശങ്കരദേശിക മേ ശരണം. ഹേ ശങ്കര, അവിടുന്ന് എനിക്ക് ശരണമായി തീരണേ. എന്തുകൊണ്ട്? വിദിതാനമയാ വിശദൈക കല, അവിടുത്തെ മഹാത്മ്യത്തിൻ്റെ ഒരു കല പോലും എനിക്കറിയില്ല. അങ്ങ് ആരാണ് എന്ന് എനിക്കറിയില്ല. ഇനി എനിക്കെന്തെങ്കിലും മഹാത്മ്യങ്ങളുണ്ടെങ്കിൽ അല്ലേ, നമുക്ക് വിവേകം, വൈരാഗ്യം, സമാധി, ഷഡ്ക സമ്പത്തി, മുമുക്ഷുത്വമൊക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷേ അവര് ഈ ആത്മാവിനെ അറിഞ്ഞ് മുന്നോട്ട് പോയി എന്ന് വരാം. എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ നിസ്വനാണ്, എൻ്റെ കയ്യിലൊന്നുമില്ല അല്ലേ. എന്നുവെച്ച കിഞ്ചന കാഞ്ചനം, കുറച്ചും കൂടെ കാഞ്ചന ഇല്ല. കാഞ്ചന വെച്ചാൽ പൈസയല്ല, പലവിധങ്ങളായിരിക്കുന്ന സ്വഭാവ വൈശിഷ്ട്യങ്ങൾ, ശമം, ദമം, തിദിക്ഷ, ശ്രദ്ധ, സമാധാനം മുതലായിരിക്കുന്ന സാധനാചതുഷ്ടയ സമ്പത്തി ഒന്നുമില്ല എൻ്റെ അടുത്ത്. ദ്രുതമേവ വിധേഹി കൃപാം സഹജ, ഭഗവാനെ അവിടുത്തേക്ക് സഹജമായിരിക്കുന്ന കൃപയെ പെട്ടെന്ന് തന്നെ എൻ്റെ മുകളിൽ വർഷിക്കുമാറാകണേ അല്ലേ. ഈ ജനമരണ രൂപമായിരിക്കുന്ന സംസാരത്തിൽപ്പെട്ട് എപ്പോഴാ അറിയില്ല, എന്നാണ് നമ്മുടെ അവസാന ശ്വാസം വരാൻ പോകുന്നതെന്ന് അറിയില്ല അല്ലേ. അതുകൊണ്ട് ഭഗവാനെ അവിടുന്ന് എന്ത് ചെയ്യട്ടെ, പിന്നെ ആവാമെന്ന് വിചാരിക്കരുത്, ഇന്ന് തന്നെ ഇപ്പം തന്നെ അവിടുത്തെ കൃപയെ എന്നിൽ വർഷിച്ച് ഈ പരമമായിരിക്കുന്ന തത്വബോധത്തെ പ്രകാശിപ്പിച്ച് എന്നെ ഈ ജനനമരണ സംസാരത്തിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ മനോഹരമായിരിക്കുന്ന ലഘുകൃതി. ഒരുപാട് അർത്ഥതലങ്ങളോടുകൂടിയ ഒരു ഗ്രന്ഥമാണ്, ഒരു കൃതിയാണിത്. എന്നാലും ഇതിൻ്റെ വാച്യാർത്ഥം, ഇത് സാരാർത്ഥം ഇത്രയാണ്. എന്തായാലും ഇത് ജപിക്കുന്നതിനും ഇതിനെക്കുറിച്ച് മനനം ചെയ്യുന്നതിനും ഇതിൻ്റെ അർത്ഥതലങ്ങളെ അറിയുവാനും ഒക്കെ നമുക്ക് ഇതൊരു തുടക്കമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.